ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വി ടോക്സ്. നമ്മുടെ ഇന്നത്തെ വിഷയം മോഷണമാണ്. മോഷണമാണ്. നമ്മളെ കുറെ പേര് ആരോപിച്ചിട്ടുണ്ടല്ലേ? ഇല്ലല്ലേ, മോഷണ ആരോപണം മാത്രം നമുക്കില്ലല്ലേ? ഏതോ ഒരു എപ്പിസോഡിൽ അടിച്ചു മാറ്റി നമ്മുടെ നല്ല തമാശ പറയുന്നവർക്കറിയാം. മോഷ്ടിക്കാം, ഇനി അതായിരിക്കും നല്ലത്. കട്ടപ്പാരെടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണ് നല്ലത്. ക്രിയേറ്റിവിറ്റിയിൽ മോഷണം നമ്മൾ ശരിക്കും ഉദ്ദേശം അതല്ല, പക്ഷെ ശരിക്കും എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യം പ്ലെജറിസം അത് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു ബിറ്റിൽ ഞാൻ പറയില്ലേ, മോഷണാരോപണമുണ്ട്. അതെ, ഞാൻ പറയാം, എൻ്റെ അറേഞ്ച് മാരേജ് കഴിക്കുന്നത് ജെട്ടി ഇടുന്ന പോലെയാണ്. കടയിൽ പോയിട്ട് അപ്പം നമുക്ക് ജെട്ടിയുടെ സൈസ് അറിഞ്ഞൂടാ, അപ്പം അയാൾ വന്നിട്ട് പറയും, അപ്പം ഞാൻ പറയാം എൻ്റെ അച്ഛൻ അതുപോലെയാണ്, എനിക്ക് അറിഞ്ഞൂടെങ്കിലും അച്ഛൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഇതേപോലെ അതിഥി മിത്തലിന് ബ്രാ മേടിക്കാൻ പോകുമ്പം ഇതേപോലെ സൈസ് അറിഞ്ഞുവിടാം. അപ്പോൾ ബ്രായിലെ ഷോപ്പ് കീപ്പർ വന്നിട്ട് പറയും ഇതാണ് സൈസ് എന്നുള്ളത്. അത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ജെട്ടി മോഷ്ടിച്ചത് അതിഥി മിത്തലിന്റെ ബ്രായിൽ നിന്നാണ്. ആൾക്ക് ഇവിടെ ഈ സാധനം ഓടിയപ്പോ ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പൊ ആ സർക്കിളിലേക്ക് ഇട്ടു, ഒരു നോർത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ അതൊരു വലിയ പിറ്റല്ലേ. ഞാനിങ്ങനെ കല്യാണം അറേഞ്ച്മെന്റ് ജെട്ടി അങ്ങനെ അതിന്റെ ഒരു പാട്ട് മാത്രം. അതായത് ഞാൻ കടയിൽ പോകുമ്പം എനിക്ക് അറിഞ്ഞൂടെ സൈസ്, അപ്പൊ ചേട്ടൻ വന്ന് പറയും ഇതാണ് കറക്റ്റ് സൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എങ്ങനെ പറയണത്, അതുപോലെ തന്നെ അതിഥിമിത്തലിന്റെ ഒരു സാധനം. പക്ഷെ എന്റെ പ്രഷറോട് ഞാൻ പറയട്ടെ, ഇത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതിലാണെങ്കിൽ കൊച്ചി തന്നെ കിടക്കുന്നുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചെയ്യാൻ നോക്കിയത്. ഇല്ല, ഞാനാണെങ്കിൽ അതിൽ ആ ഷോപ്പ് കീപ്പർ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു 2-3 ദിവസം മുമ്പാണ് ആകാശ് ഗുപ്ത എന്ന് പറഞ്ഞ ആകാശ് ഗുപ്തയുടെ എക്സ്ക്യൂസ് മീ ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിറ്റ് ഉണ്ടല്ലോ. അതിൽ അവനാണെങ്കിൽ സരോജിനി നഗറിൽ ഷോപ്പിൽ പോകുമ്പം ഷോപ്പ് കീപ്പർ ഒന്ന് സംസാരിക്കണ കഥയല്ലേ. ഞാൻ അത് പിടിക്കാനാണ്, ഞാൻ അത് കണ്ടിട്ടാണ് ഞാനിത് ആക്ട് ഔട്ട് ആക്കിയത്, മനസ്സിലായല്ലേ. പക്ഷെ എനിക്ക് അല്ല, ഞാൻ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ അതേപോലെ ഒരു ഷോപ്പ് കീപ്പറിന് ക്യാരക്ടർ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ആ സാധനം വർക്കായത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്പയർഡായി ചെയ്തിട്ടുണ്ട് അതിൽ. ഒരു നൂലങ്ങോട്ട് മാറിയ മോഷണം. അനു മാലിക് ഒരു മ്യൂസിക് കമ്പോസർ, ഹിന്ദി ഒരു മ്യൂസിക് കമ്പോസർ, പുള്ളി ഇസ്രയേലിന്റെ നാഷണൽ ആന്തം അതേപോലെ പൊക്കി ഒരു പാട്ടാക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഇസ്രയേൽ ഒരു മെഡൽ മേടിക്കണം. അപ്പൊ ഈ താരം പോയി പോഡിയം തിന്നപ്പോ അവർ ഇസ്രയേലിന്റെ നാഷണൽ ആന്തം പ്ലേ ചെയ്തു, ഇസ്രയേൽ ഏതോ രാജ്യത്തിന്റെ. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ ഇത് ഹവാഹവയുടെ ഇത് ഈ സെയിം സംഭവം എനിക്ക് തോന്നുന്നത് ഉറുമിയിലുണ്ടായിട്ടുണ്ട്. ഉറുമിയുടെ മ്യൂസിക് ഇല്ലേ, ഉറുമി ഏതോ ഫെസ്റ്റിവലിന് പ്ലേ ചെയ്ത സമയത്ത് അത് ആ മ്യൂസിക് ഇതുപോലെ ഇൻസ്പയർഡാ. അതൊരു വേറെ ഏതോ ഭാഷയിലെ ചിത്രം. അപ്പൊ ഇത് ഫെസ്റ്റിവൽ ആയ കാരണം ആ മ്യൂസിക് ചെയ്തിട്ടുള്ള ലേഡി അവിടെ ഉണ്ടായിരുന്നു. അവര് പ്രശ്നം ഉണ്ടാക്കി പൊക്കിയതാന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങളെ നാടൻ മോഷണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരൻ പൊയ്യുള്ള ലിയോ എന്ന് പറഞ്ഞ എന്റെ സ്കൂട്ടർ കട്ടുപോയി. ലിയോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ അവൻ ബാഡാസാ. ജോൺ 1-2 തവണ കണ്ടിട്ടുണ്ട്, ഭയങ്കര ബാഡാസാണ്. ഓ, അങ്ങനെയും ബാഡാസാ. അല്ല, അവനെ അത് കട്ടോണ്ട് കാണായിരുന്നു. ഇവൻ CCTV ഉണ്ടായിരുന്നു. അപ്പൊ വെസ്പ. അവൻ ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടു വണ്ടി. അവൻ അകത്ത് കയറി വരാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നുള്ള കാരണം അവൻ താക്കോല് വണ്ടി വെച്ചിട്ടാ പോയിണ്ടായിരുന്നത്. CCTV നോക്കുമ്പോൾ ഒരു ചേട്ടൻ സൈക്കിളിൽ വന്നിട്ട് ഒരു അപ്പാപ്പ വന്നിട്ട് സൈക്കിൾ ഇങ്ങോട്ട് വളച്ചു വെച്ചു. എന്നിട്ട് വന്നു ആളുടെ വണ്ടി എടുക്കുന്ന വലെടുത്തു, ഒറ്റ സൈക്കിൾ അവിടെ വെച്ചിട്ട് ആള് പോയി. പിന്നെ ഈ സാധനം CCTV ഫുട്ടേജ് പിന്നെ എല്ലായിടത്തും ഇവര് കേസൊക്കെ കൊടുത്തു. മറ്റേ ഇമ്പൾസ് പർച്ചേസ് പോലെയാണ്. ആള് വന്നിട്ട് ഇവനെ കണ്ടെങ്കിൽ കൊന്നേനല്ലേ, എന്നിട്ടൊക്കെ എടുത്തിട്ട് പോയേനെ. എന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി എടുത്തു പോയി. അപ്പോഴേക്ക് ഈ സാധനം വാട്സപ്പിലൊക്കെ പോയി തുടങ്ങിയില്ല. അപ്പാപ്പന്റെ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുണ്ടാവും ഇതാരണത് പറഞ്ഞിട്ട്. ആളെന്നിട്ട് വഴിയിലാ സാധനം ഇട്ടിട്ട് പോയി. ഇപ്പൊ ലിയോക്ക് ലാഭം, ഒരു സൈക്കിള് ഫ്രീ. സൈക്കിളിൽ എൻ്റെ അച്ഛൻ ഇതുപോലെ അവർക്ക് കുറച്ച് പ്രായമുള്ള അച്ഛനും, കുറച്ചല്ല അത്യാവശ്യം നല്ല പ്രായം എൻ്റെ അച്ഛനാണ്. ചെറുപ്പക്കാരനാണ്. പ്രായമുണ്ടോ? നമുക്കൊക്കെ ചെറുതായിട്ട്. അപ്പൊ അതെ, അപ്പൊ അച്ഛനാണ് ഇതുപോലെ ഒരു ദിവസം അച്ഛൻ സൈക്കിളിലാണ് കൂടുതലും അടുത്തുള്ള കടയിലും പരിപാടിയെല്ലാം പോണേ.
അപ്പം അച്ഛനൊരു ദിവസം കടയിലെങ്ങാണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ വേറെ ഏതോ ഒരു സൈക്കിള്. അപ്പം ഞാൻ അച്ഛനോട് ഇതാരുടെ സൈക്കിള്? അപ്പോഴാണ് അച്ഛന് ശ്രദ്ധിക്കണേ. അതായത് അച്ഛൻ കൊണ്ട് ആ ചെരുപ്പ് ഇടക്കിടയ്ക്ക് മാറാറുണ്ട്. രാത്രി കോളൊക്കെ വരും. മറ്റേ NSSന്റെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് 8 മണിയാകുമ്പോൾ കോള് വരും, ചേട്ടൻ ഇട്ടുകൊണ്ട് പോയേക്കുന്നത് എൻ്റെ ചെരുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവർ തമ്മിൽ പിറ്റേ ദിവസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തെടുത്ത് പോയി നീ പറയുന്ന സ്ഥലം നീ പറയുന്ന സമയം കൊണ്ട് തന്നേക്കാതെ. അപ്പം അച്ഛൻ ഇതുപോലെ അവിടെ അച്ഛൻ കൊണ്ട് വെച്ചു, കടയിൽ കയറി സാധനം മേടിച്ചു. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ആദ്യം കണ്ട സൈക്കിൾ അച്ഛൻ പോകുന്നു. അപ്പോൾ വേറൊരു പയ്യൻ അവിടെ കൊണ്ട് വെച്ചതാ. അവൻ പാവം എൻ്റെ സൈക്കിൾ തപ്പി നടക്കുക നമ്മുടെ സൈക്കിളുമായിട്ട്. സംഭവം ഈ കിട്ടിയേക്കുന്ന സൈക്കിൾ നല്ലതാ. പിന്നെ അവസാനം അപ്പോഴാണ് അച്ഛനെ മനസ്സിലായി. അച്ഛൻ പിന്നെ ഇതും കൊണ്ട് തിരിച്ച് അവിടെ പോയി. അപ്പോൾ അവന് ഇത് തപ്പി നടക്കുക. പിന്നെ ഇവർ തമ്മിൽ വഴി വെച്ച് മീറ്റ് ചെയ്ത് തമ്മി മാറി തിരിച്ചു. എന്റെ ചേട്ടൻ്റെ ഹെൽമെറ്റ് ഇതുപോലെ കൊണ്ടുപോയിട്ട് ആ ഒരു മറ്റേ അക്വേറിയത്തിൽ മീൻ മേടിക്കുന്ന സ്ഥലത്ത് പോയി നിന്നതാണ്. അപ്പോൾ സ്കൂട്ടറിന് ഈ സാധനം ഹെൽമെറ്റ് വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി മീനൊക്കെ മേടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരണ വഴിക്ക് ഹെൽമെറ്റ് കാണാനില്ല. അത് കഴിഞ്ഞ് ഹെൽമെറ്റ് പോയി. നമ്മൾ പോയെന്ന് തീരുമാനിച്ച് പുതിയ ഹെൽമെറ്റൊക്കെ മേടിച്ചു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കടയിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി നിങ്ങൾ അന്ന് പോയപ്പോൾ കൊണ്ടുപോയിട്ട് ഒരാൾ ഇവിടെ തിരിച്ചു കൊണ്ട് വന്നിട്ട് പോയതാണ്. അവൻ പോലീസിനെ കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തിട്ട് പോയതാ കണ്ട തിരിച്ചു കൊണ്ടുവന്നു. നല്ലവനായ കള്ളൻ. അപ്പൊ ഈ പറഞ്ഞ സൈക്കിൾ കിട്ടിയാലും ഇപ്പൊ 2 ഹെൽമെറ്റായി. കള്ളനല്ലല്ലോ ആവശ്യങ്ങൾക്ക്. അത് ശരി. അപ്പൊ നമ്മളെ പോലീസ് പിടിച്ചാലാ അത് ഫൈനല്ല ആവുന്നുള്ളൂ. അപ്പൊ അവനെ പോലീസ് പിടിച്ചാലും ഫൈനല്ല ആവുള്ളൂ. അതല്ല, അത് കള്ളനാവുന്നില്ല ഞാൻ പറഞ്ഞത്. നിയമം പാലിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പൊ അതിനെ കള്ളത്തിലൊന്നും കൂട്ടാൻ പാടുണ്ടോ? അതിപ്പോ ചിലര് ഈ തേങ്ങയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പണ്ട് എൻ്റെ പറമ്പിൽ നിന്ന് തേങ്ങ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. തേങ്ങ അടിച്ചു മാറ്റിക്കൊണ്ട് കേസാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞ ആവശ്യമുള്ള ഇട്ട് കൂട്ടമായി കൊണ്ടുപോകുന്നാണെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് സ്ഥിരം രാവിലെ ഒരു 4:45-5 മണിയാകുമ്പോൾ അന്ന് പത്രക്കാരൻ പത്രം ഇട്ടിട്ട് പോകും മറ്റേ കുഴലിനകത്ത്. ഇതൊരു 5-5:15 നേതൃത്വത്തിന് എടുത്തോണ്ട് പോകും. സ്ഥിരം നമുക്ക് പത്രം കിട്ടണേ ഇല്ല. സംഭവം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പത്രം മിസ്സായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം പത്രക്കാരനോട് ചോദിക്കുമ്പോൾ പിള്ളേരും പുള്ളി ഇട്ടു എന്നുള്ള. അവസാനം പിന്നെ നമ്മൾ ഇത് ആവശ്യത്തിന് ചെയ്യുന്നതല്ലേ. ചിലരുണ്ടല്ലോ ഒരു കിക്കിന് വേണ്ടി ചെയ്യുന്ന. അറിയത്തില്ല ഇത് പിടിച്ചാ നിങ്ങൾ. അവസാനം എനിക്ക് തോന്നുന്നത് പത്രക്കാരൻ വേറൊരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാണ് നമ്മൾ മനസ്സിലായി പുള്ളിക്കാരൻ വേറെ ഈ മറ്റേ പത്രക്കാരന് നമ്മൾ മറ്റേ മാസവരിയാണല്ലോ പത്രം ഡെയിലി തരുന്നത്. അങ്ങനെ അല്ലാത്ത ചിലർക്ക് പുള്ളി പത്രം വേറെ ഡെയിലി പൈസയ്ക്ക് കൊടുക്കണമെന്നൊരു വിവരം കേട്ടപ്പോൾ ഇയാള് മുക്കണമെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ഒന്നടവിട്ടൊക്കെ പോകണല്ലോ. അപ്പൊ പല വീട്ടിലായിട്ട് എല്ലാ ദിവസവും ഓരോ ദിവസം പത്രം പോകുന്നുണ്ട്. ചില വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ നിന്റെ അച്ഛൻ. അപ്പൊ അങ്ങനെ ഈ എൻ്റെ അച്ഛൻ സൈക്കിൾ മാറുന്ന പോലെ നമ്മൾ പഴയ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഏത് താക്കോലിട്ടാണ് തിരിയുന്ന ഒരു സെറ്റപ്പ്. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് അവന് സ്കൂട്ടർ വേറെ ആരുടെ കയ്യിൽ അങ്ങനെ നമുക്ക് സ്കൂട്ടർ മാറത്തുള്ളൂ. നമ്മുടെയാണ് ചിലപ്പോൾ ശ്രദ്ധിക്കും. അവൻ ആക്റ്റീവ എടുത്തുകൊണ്ട് പോയി പട്ടത്ത് കൈശാവസരത്തെ കണ്ടിട്ട് കടയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു ആക്റ്റീവ ഇരിപ്പുണ്ടായിരുന്നു അടുത്ത് തന്നെ. അവൻ മാറിപ്പോയി ഇട്ട് തിരിയുകയും ചെയ്തു. അത് പഴയ ആക്റ്റീവായിരുന്നു എടുത്തത്. ഇത് പുതിയ ആക്റ്റീവ. പക്ഷെ അത് ഇട്ടപ്പോൾ അത് തിരിയുകയും ചെയ്തു. അവനത് എടുത്തുകൊണ്ട് അവൻ പെട്ടെന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ കാറിൽ അപ്പം മാത്യൂസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിൽക്കുകയാണ്. അപ്പം ആരിഫ് എന്ന് പറഞ്ഞ് വേറൊരു ഫ്രണ്ട് ബാംഗ്ലൂരിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്യൂസിനൊരു പഴയ സെൻ ഉണ്ടായിരുന്നു. സെൻ. അപ്പോൾ ആരിഫിന് അത് അന്ന് എന്തോ ഒരു എവിടെയാ പോകണം എന്ന് പറഞ്ഞിട്ട് ആരിഫ് സെന്നും എടുത്തോണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ് മാത്യൂസ് ആരിഫിനോട് എടാ നീ പോയില്ലേ, നീ എവിടെ? ആ സെന്നിന്റെ അപ്പുറത്ത് വേറൊരു സെന്നുണ്ടായിരുന്നു. ഈ സെന്നൊക്കെ പഴയ വണ്ടിക്ക് അതാണല്ലോ പ്രശ്നം. 2 തട്ടം കൊടുത്താൽ ഓണായി പോവും. അങ്ങനെ താക്കോല് നമ്മൾ നിർബന്ധിച്ച് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കയറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓണർ നോക്കുമ്പോ കാറോടെ കിടപ്പുണ്ട്. ഇയാള് വേറെ 2 കാർ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവനും നല്ല ടൈറ്റ് ആണെങ്കിലും ഒന്ന് തിരിച്ചൊക്കെ നോക്കിണ്ടാവും. അവനെ ഓണറല്ലല്ലോ. ഞാൻ മറ്റേ +2 പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ പോലീസ് പിടിച്ച് വീടിനടുത്ത് ജംഗ്ഷൻ വെച്ച് ചെക്കിങ്. അപ്പോൾ കൈ കാണിച്ചിട്ട് ഊതിക്കാൻ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ ഹെൽമെറ്റ് ആത്തോണ്ട് നോക്കിയപ്പോൾ മനസ്സിലായി പ്രായമില്ലാത്തതിന് ലൈസൻസ് ഇല്ല എന്നുള്ളത്. അവർ അവർ ഊതിക്കുന്ന അവിടെ നിൽക്കട്ടെ, നീ ആദ്യം ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ലൈസൻസ് എടുത്തിട്ടേ ഇല്ല. പുള്ളി വെച്ച് വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പം പുള്ളിക്ക് മനസ്സിലായി. അവസാനം പുള്ളി മാസ്ക് കാണിച്ചിട്ട് എൻ്റെ വണ്ടി ഒന്ന് താക്കോലേരി കൊണ്ട് നടന്നു. വണ്ടി ഓഫായിട്ടില്ല. ഇത് ഊരിയാലും കാര്യമില്ല. വേണ എടുത്തോണ്ട് പോയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആത്മാർത്ഥത കാരണം ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് മേടിച്ച് തിരിച്ചു. ഇത് കേസായി എന്നിട്ട്. അതായത് ഈ പുതിയ ആക്റ്റീവ് പഴയ വണ്ടിയാ. അപ്പോൾ തൊട്ടടുത്ത് അതുമായി ബന്ധപ്പെട്ടൊരു വണ്ടി ഇരുന്ന് അവനും ഓക്കും വന്നത്. ഇതിപ്പോ തൊട്ടടുത്ത് പുതിയ വണ്ടിയായിരിക്കുന്നത്.
അപ്പോൾ അവനത് ശ്രദ്ധിക്കുന്നില്ല, ഇത് എക്സ്ചേഞ്ച് ആയി പോയതാണെന്നുള്ള പോയിന്റ് അവൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ വണ്ടി പോയി, അപ്പോൾ അവൻ കംപ്ലൈൻറ്റ് ചെയ്തു. പോലീസ് CCTV തപ്പി വന്നപ്പോഴത്തേക്ക് ഇത് മറ്റേ മാറിവേനസ് ക്യാമ്പസിൽ അച്ഛൻ്റെ വണ്ടിയായിരുന്നു. ഇവിടെ നല്ല പുതിയ വണ്ടിക്ക് അച്ഛൻ്റെ വണ്ടിയാണ്. അപ്പം അച്ഛൻ്റെ ശിഷ്യരാണ് എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അവനത് എടുത്തുകൊണ്ട് പോയതാ. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ എന്താ, ആ വണ്ടി വന്നേക്കുന്നത് അച്ഛൻ്റെ അടുത്താണ്. അതുകൊണ്ട് അതിപ്പം അവൻ ഫ്രണ്ട് എടുത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ കള്ളനായന്. ഇതിപ്പോൾ ഒരു അച്ഛൻ്റെ ക്യാമ്പസിനകത്തേക്ക് പോയി, പുള്ളിയും അല്ല CCTVയിലുള്ളത്, സ്റ്റുഡൻറ്റിൻ്റെ കൊടുത്ത് വിട്ടതാ. തിരിച്ചു വന്നപ്പോൾ വണ്ടി മാറിയെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് കേസായില്ല, വണ്ടി തിരിച്ചു കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്തു. ചിലർക്കൊരു അഡിക്ഷൻ ഉണ്ടല്ലോ, ക്ലെപ്റ്റോമേനിയ, മോഷ്ടിക്കാൻ പോയി കിക്ക് കിട്ടുന്ന. ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ ഒരു സംഭവം അത് തിളക്കമുള്ള എന്റെ കോളേജിൽ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കണ്ണിക്കേടി നോക്കി അല്ല, അത് കോളേജിൽ വ്യാപകമായി മോഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് മറ്റേ ദീപക് ഉണ്ടല്ലോ, ഡിങ്കന്റെ സോണി എറിക്സൺ പോയി പരീക്ഷ എഴുതാൻ പോയപ്പോൾ സാധനം കൊണ്ടുവരാൻ പാടില്ല, പക്ഷെ പരീക്ഷകളുടെ പുറത്ത് ബാഗിലാവാൻ വെച്ചിട്ട് കയറി തിരിച്ചിറങ്ങിയപ്പോൾ അത് കാണാനില്ല. അതുപോലെ കുറച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ മോഷണങ്ങൾ ഇങ്ങനെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കോളേജ്, ഞങ്ങളുടെ പുതിയ കോളേജാണല്ലോ, പെയിന്റ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു പെയിന്റ് പണിക്കാരായിരിക്കും, അവരെടുത്തുകൊണ്ട് പോയതായിരിക്കും. പിന്നെ മൊബൈൽ അന്ന് നമുക്ക് കോളേജിൽ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കോളേജിൽ വ്യാപകമായ മോഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കലേ ഈ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ കോളേജിലെ ആ സംഭവത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ആർക്കും സംശയം തോന്നാത്ത ഒരാളായിരുന്നു. ആൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുള്ള ആളുമല്ല. അപ്പോൾ പിടിച്ചത് ഞങ്ങളുടെ കോളേജിലൊരു പ്ലേസ്മെൻറ്റ് സെല്ലിലെ ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെയൊക്കെ എപ്പോഴും ഉണ്ടാവണ ഒരാളും പരിപാടി ഇങ്ങനെ അവൻ. അപ്പോൾ അവനെ പൊക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതോ ഒരു പോയിന്റിൽ ഇവനെ ഒരിക്കലും സംശയിക്കില്ല, അതായത് എല്ലാത്തിലും എടുക്കാൻ അങ്ങനത്തെ ഒരു പോയിന്റിലുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങോട്ട് ചെറിയൊരു ഡൗട്ട് അടിച്ചു. ഇങ്ങനൊരു പട്ടാളക്കാരൻ, റിട്ടയർഡ് പട്ടാളക്കാരനാണ്, മേജർ റിവ്യൂ ആളെന്ത് ചെയ്തു, ഇങ്ങനെ പരിപാടികൾക്ക് ഫംഗ്ഷനുകൾക്കും കാര്യങ്ങൾക്കും ആൾ ഗസ്റ്റിനെ വിളിക്കാൻ പോകുമ്പോൾ എപ്പോഴും ആളുടെ കൂടെ അവന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആൾ പ്രാവശ്യം ഇവിടെ വണ്ടി കൊണ്ട് നിർത്തി ക്യാൻറ്റീൻ്റെ മുകളിൽ ആളുടെ റൂം, അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ക്യാൻറ്റീനിൻ്റെ മുകളിലേക്ക് പോകണതിൻ്റെ കൂട്ടത്തിൽ ആളെന്ത് ചെയ്തു, കുറച്ച് പൈസ വണ്ടിയിൽ വെച്ചിട്ട് ആൾ മുകളിൽ പോയി. അപ്പോൾ എന്നിട്ട് ആളെ കണ്ട് ഇവനോട് പറഞ്ഞു, നീ വണ്ടി പോയിട്ട് വേറെ എന്തോ സാധനം ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ട് വന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യം മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ഇതെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് മറ്റേതെടുത്തു. അപ്പോൾ സാറിന് പിടികിട്ടി, പൊക്കി. ടെസ്റ്റ് ആയിരുന്നു, ആള് നോക്കിയത് അങ്ങനെ എന്തോ. ഇതൊക്കെ ഇതിന്റെ സംഭവ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, അപ്പൊ അപ്പോഴും ഈ സാധനം ഫ്ലാഷ് ആക്കിയില്ല. ഇത് ഇങ്ങനെ പിടിച്ചു എന്നുള്ളതോ ഇങ്ങനെ ഒരു മോഷണം വ്യാപകമായി നമ്മുടെ അവിടെ നടക്കണുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്നും പറയണില്ല. ക്ലാസ്സിലൊക്കെ ഒരു സാറുണ്ട്, മെക്കാനിക്കലിൻ്റെ ഒരു സാറ്, ആള് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മൊബൈലാണെങ്കിലും പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല, നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ലിസ്റ്റ് തരാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുത്തുണ്ട്, അവൻ ഭയങ്കര ഭ്രാന്തനൊക്കെയാണ്. പക്ഷെ അവൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ബ്രാൻഡിനെ കുറിച്ചുള്ള വില പോകും. എൻ്റെ കാലിൽ കിടക്കുന്ന പ്യൂമയാണ്, ഇതിലിരിക്കും എൻ്റെ നൈക്കാണ്, ഇതിന് അങ്ങനത്തെ ഒരു വർത്താനാണ്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ളൊരു ട്രെൻഡാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. ചുരുളമുടി അന്ന് ഇതേ അല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാനൊക്കെ ഒരു 4 പ്രാവശ്യം സ്ട്രെയിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. 500 രൂപയ്ക്ക് ചെയ്തു തരും ചേട്ടാ. ഇല്ല, 2500 രൂപ വേണമല്ലേ. 2500 കൊണ്ടുവരുമ്പോൾ നിന്റെ മുടി കുറയില്ലടാ, 5000 വേണം. ഡയറക്റ്റ് പവർ സപ്ലൈ വേണ്ടി ഇതൊക്കെ നേരെയാക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അപ്പൊ പിള്ളേര് ഗ്ലാറ്റിന്റെ ഇതും ലെട്ടിലെടുക്ക് സ്ട്രെയിറ്റിംഗ് ഒക്കെ നടക്കും. അപ്പൊ ഈ സ്ട്രെയിറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്ര ഭാഗം സ്ട്രെയിറ്റും ഇത് ചുരുണ്ടിട്ട് നിൽക്കും. അപ്പൊ അവസാനം ഈ വയനാട്ടിലൊക്കെ ചില കുടില് കാണില്ല, അതുപോലെ ഒന്നും തല ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സാറിങ്ങനെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എഴുതി വരും. അപ്പോൾ പിള്ളേർ മൊബൈൽ പോയിട്ടുണ്ട്, മറ്റേ ഡ്രാഫ്റ്റർ പോയിട്ടുണ്ട്, അതൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയണതിൻ്റെ കൂട്ടത്തിൽ ഒരു തന്നിട്ടുണ്ട്. സാർ അമ്പറിലെ പോയത് പറയണം. സാർ തൻ്റെ തലയിൽ തന്നെ ഉണ്ടല്ലോ ഒരു അമ്പർല, വേറൊരു അമ്പർല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കി കഴിഞ്ഞപ്പോൾ വീട്ടിലറിയിച്ച് കഴിഞ്ഞപ്പോൾ ആരുടെ വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു എത്ര കാശാന്ന് വെച്ചാൽ കൊടുത്തത്, അത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഡിങ്കന് 10,000 രൂപ കിട്ടി. പോയ സാധനത്തിന്റെ ഒക്കെ പകുതി കാശൊക്കെ കിട്ടി, എല്ലാവർക്കും കാശ് കിട്ടി. അപ്പൊ അതങ്ങനെ ഒരു ടെൻഡൻസിയാണ്. നമ്മൾ ചെറുപ്പത്തിലെ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ ഇത് ചെറിയ ആൾക്കാർക്ക് സ്കൂളിലൊക്കെ പണി കൊടുക്കാൻ വേണ്ടി ഒരാളുടെ ഇപ്പൊ അനീസിന്റെ റബ്ബർ എടുത്ത് മഹാദേവന്റെ ബാഗ് വെച്ചിട്ട് മഹാദേവന് പണി തരാൻ വേണ്ടി അങ്ങനെ ചെയ്യുമായിരുന്നു.
ഭാഗ്യമാണ് സ്കൂളിൽ പഠിക്കാൻ. അല്ല ചെറുപ്പത്തിൽ എന്താ മറ്റേ സ്ഫടികത്തില് മോഹൻലാലിന്റെ കണ്ണീര് പറഞ്ഞ ഒരു കണ്ണി കൂടെ മാത്രം ഒരു കണ്ണി കൂടെ മാത്രം വരുന്നുണ്ടെന്ന്. ഇത് ചെറുപ്പത്തിൽ നമ്മളെല്ലാം മോഷ്ടിച്ചിട്ടില്ലേ? വീട്ടിനകത്തുനിന്നല്ലേ മോഷണം നടക്കുന്നത്. ഞാൻ ഈ പുളി കെട്ടെടുക്കുക, കോംപ്ലാൻ കെട്ട് തിന്നുക എന്ന് പറഞ്ഞ മോഷണം ശരിക്കും നമുക്കറിയാം മോഷണമാണെന്നുള്ള ലെവലിലാണ്. അതായത് അച്ഛനും അമ്മയൊക്കെ ഉറങ്ങുന്ന ഒരു ഉച്ചയൂണ് സമയത്ത് പോയി അടുക്കളയിൽ പോയി ശബ്ദം ഉണ്ടാക്കാതെ കയറി പാത്രത്തിനകത്തുനിന്ന് കട്ടെടുക്കുന്ന ശരിക്കും നമുക്കറിയാം മോഷണമാണെന്ന്. ആ ലെവലിൽ മോഷ്ടിച്ചു. അവിടുത്തെ ഈ പറഞ്ഞ പോലെ ചെറിയ നമ്മള് ഒരു പെട്ടി മുന്തിരിങ്ങി മേടിച്ചിട്ട് മറ്റേ വൈനിട്ട് വെച്ചിട്ട് അന്ന് തന്നെ അപ്പൊ വീട്ടുകാർക്ക് അറിയാലോ നമുക്കിത് കാണുമ്പോൾ കൊതിയാന്ന്. ഞാനും ചേച്ചി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോൾ എടുക്കാൻ പറ്റില്ല, വൈൻ എന്ന് പറഞ്ഞത് കുറച്ചാൾ ഇരിക്കണം, എന്നാലും സെറ്റ് ആവുക ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കെട്ടിയൊക്കെ വെച്ച്. അപ്പൊ ചേച്ചി പറഞ്ഞാൽ അച്ഛൻ ചുമ്മാ ഇത് പറയണത് സാധനം ഇന്ന് കുടിക്കാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതുപോലെ ചേച്ചി പോയി ഓപ്പറേഷൻ പ്ലാൻ. ഞാൻ കൂടെ പോയില്ല, അത് പേടി കാരണം. പോയിട്ട് ചേച്ചി ഇത് കമത്തി പൊട്ടിച്ച് ഭരണി മൊത്തം പൊട്ടി താഴെ പോയി. അന്ന് തന്നെ ഇട്ടതേ ഉള്ളൂ. അങ്ങനത്തെ മോഷണങ്ങൾ ചേച്ചി നടത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ മോഷണം പാളിയതപ്പോ വിജയിച്ചിട്ടുള്ള മോഷണമില്ല. നമ്മുടെ ബഷീറിന്റെ ഒരു കഥക്കകത്ത്, ഏത് കഥക്കകത്ത് ബഷീർ നെയ്യും പഞ്ചസാരയും തിന്നുന്നൊരു കഥ പറയും. ബഷീർ ആണെങ്കിൽ പല സാധനങ്ങളുടെ വീട്ടിൽ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് കട്ട് തിന്നിരിക്കുന്ന പിള്ളേർ കാരണം നമുക്കൊരു കൺട്രോൾ വെക്കുമല്ലോ ഇവര്. പൂച്ച എനിക്ക് എടുക്കരുത് എന്ന് പറയുമ്പോൾ എടുക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇല്ല, പൂച്ചക്ക് കട്ട് തിന്നാലേ അതിനൊരു സന്തോഷം. പൂച്ചക്ക് കൊടുക്കണ പൂച്ചക്ക് ഒരു സന്തോഷം. അത് സന്തോഷത്തിനല്ലേ ശരിക്കും. എനിക്ക് ഫ്രീ ഫുഡ് കിട്ടണ ഭയങ്കര സന്തോഷമാണ്. ഇതില്ലേ നമുക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങളാണല്ലോ ഇവര് വേണ്ടെന്ന് നിൽക്കുന്നത്. അതിന്റെ അപ്പൊ പൂച്ചയ്ക്കും പട്ടിക്കും ഒരുപോലെ. ഇത് ബഷീർ കഥക്കാരൻ. ബഷീറിന് തിന്നാൻ വേണ്ടി ഒത്തിരി സാധനമുണ്ട്. ബഷീർ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് തിന്നും പല സാധനങ്ങളും. അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ അപ്പൻ്റെ റൂമിൽ ഒരു വലിയ തട്ട്, മറ്റേ മുകളിലൊരു തട്ടും തൂക്കിയിടുന്ന പോലെ കയറി കെട്ടി തട്ടിനകത്ത് 2 ഭരണി ഇരിക്കുന്നു. പുള്ളിക്കാരൻ കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരു ഭരണിക്കകത്ത് നെയ്യുണ്ട്, ഒരു ഭരണിക്കകത്ത് പഞ്ചസാരയുണ്ട്. പുള്ളിക്കാരൻ നോക്കി നല്ലൊരു കോമ്പിനേഷനാണ്. പുള്ളിക്കാരൻ അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് കോഴി നെയ്യിട്ട് കുറച്ച് പഞ്ചസാരയും കോരിയിട്ട് എന്നിട്ട് അത് കുഴച്ച് അവിടെ ഇരുന്ന് കട്ടിലടിയും തിന്ന് പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ കണ്ട് എനിക്കെന്താന്ന് പറഞ്ഞ് ഒരാൾ സൗണ്ട് പുറകെ നോക്കിയപ്പോൾ അനിയനാ അബൂബക്കർ എന്നാണ് പുള്ളിക്കാരൻ. അല്ല, അബ്ദുൽ ഖാദർ. അപ്പോൾ അബ്ദുൽ ഖാദറിന് കാലിന് ചെറിയ പ്രശ്നമുണ്ട്. ചട്ടുകാലുള്ള ആളാണ്, ചട്ടുകാലാണ്, കാലിൽ ഇത്തിരി മെലിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി അനിയനും കൊടുത്തു കൈക്കൂലിയായിട്ട്. 2 പേരും കഴിച്ചു, പാത്രം കഴുകി വെച്ച് വൃത്തിയായിട്ട് പോയി. ബഷീർ പറയുന്നത് പിന്നെ ഡെയിലി നെയ്യ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ബഷീറിന് അടിയും കിട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ അനിയൻ അബ്ദുൽ ഖാദറിന് ദീനം കൂടുക. എന്താ അനിയൻ അബ്ദുൽ ഖാദർ തകിലിനായിട്ട് ഇങ്ങനെ വീർത്ത് വരുവാന്ന് ബഷീർ വരുന്നത്. എന്താ കാര്യം എന്നത് ഒരുപാട് അസുഖങ്ങളും വൈദ്യന്മാരെ കാണിച്ചു. അവൻ വീർത്ത് വരിക, ഇവിടെ നെയ്യ് കുറഞ്ഞു വരിക ഭരണിക്കകത്ത്. ബഷീറിന് അടിയും കിട്ടിക്കൊണ്ടിരിക്കുക. സംഭവം അബ്ദുൽ ഖാദർ ബഷീർ ഒരു ദിവസം കഴിച്ച് നിർത്തി. അബ്ദുൽ ഖാദറിന്റെ ടേസ്റ്റ് പിടിച്ചിട്ട് എന്നും പോയി കിണ്ണത്തിൽ വാരിയിട്ട് തിന്നിട്ടിരിക്കുക. അവസാനം ബഷീർ പിടിപ്പിക്കേണ്ടി വന്നതാണ്. കുറേ അടി പുള്ളിക്കാരുണ്ട്. അവസാനം അനിയെ തേച്ച് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു, അനിയന അന്ന് ഇഷ്ടം പോലെ അടി കിട്ടിയെന്ന് പറഞ്ഞു. സോ അത് റിലേറ്റബിൾ സാധനം. ഞാനും അങ്ങനെ കട്ട് തിന്നിട്ടുണ്ട്. എനിക്ക് കഥ വായിച്ചപ്പോൾ ഞാൻ ഇഷ്ടം പോലെ പൂച്ച കട്ട് തിന്നണെന്ന് പറഞ്ഞാൽ പൂച്ച ശരിക്കും ഒരു സിംഹം കാറ്റഗറിയിൽപ്പെട്ട ആളുള്ള അവർക്ക് ഹണ്ട് ചെയ്യണം. അല്ലാണ്ട് കൊണ്ടു വെച്ചു കൊടുക്കുന്നവർക്ക് ഇഷ്ടമുള്ള സംഭവമല്ല. അവർക്ക് ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. സിംഹം കാറ്റഗറി. അതെ അതെ, മിക്കവാറും അതായിരിക്കും. ഹണ്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് സ്കൂളിൽ നിനക്ക് ടെറിട്ടറി മാർക്ക് ചെയ്യണ പരിപാടി ഉണ്ടാ? ഇല്ല. അപ്പൊ നീ സിംഹല്ല. ഞാൻ കഴുതപ്പുലിയാന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഇനീഷ്യല പുലി നീ കഴുത. ഈ അപ്പൻ പുലിയാവുന്ന മൊമെന്റുകളുണ്ട്. നമ്മളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് പെൻസിൽ പേനായിലേക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. 5ാം ക്ലാസ്സിലെ 4ാം ക്ലാസ് വരെ പെൻസിൽ, 5ലേക്ക് പോകുമ്പോഴത്തേക്ക് പെന്ന്. അപ്പൊ നമുക്കൊന്നുമില്ലടാ, നമുക്ക് ബോൾ പെൻ എന്തെങ്കിലും പെൻ സ്റ്റിക്കീസ് ഇല്ല ഇതിങ്ങനെ. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണക്കുണ്ട്. ഇപ്പോഴും പിള്ളേർക്ക് പ്രശ്നമില്ല. നമുക്കതില്ല. തീർന്നോ എന്ന് ചോദിക്കുന്ന സംഭവമുള്ളൂ. പേന തീർന്നോ, പേന കൊണ്ട് കളഞ്ഞ അതൊക്കെ വലിയ ക്രൈമാണ്. പിന്നെ ഇതിന്റെ പകുതി മഷി വായൽ കൊണ്ടുവരുന്നൊരു പരിപാടി. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേന വെച്ച് കളിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, പെൻ ഫൈറ്റ്. അപ്പൊ 5ാം ക്ലാസ്സില് അത് പോട്ടെ നോക്കാം. പക്ഷെ ഞാനിവിടുന്ന് പേനാത്തട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പേനാത്തട്ട് പെൻ ഫൈറ്റ്. അപ്പൊ അത് പഴയ സ്കൂൾ, അതായത് ഒരു സ്ക്രീൻ വെച്ചിട്ടാണ് 5ാം ക്ലാസ് 6ാം ക്ലാസ് ഇരിക്കുന്നത്. അപ്പൊ 5ാം ക്ലാസ് ഒരു തട്ട് മാറി 2 കൊല്ലത്തെ എഡ്യൂക്കേഷൻ അല്ലേ നമുക്ക്. സ്ക്രീനും പകുതി 6ാം ക്ലാസ്സിൽ കേൾക്കും. അതായത് അവിടെ 5ാം ക്ലാസ്സിൽ ടീച്ചർ, ഇവിടെ 6ാം ക്ലാസ്. ഇവനാണെങ്കിൽ ബ്രില്യൻ്റ് ഉള്ളു. കുറച്ചേരം ഇവിടുത്തെ ക്ലാസ് കേട്ടിട്ട് ഞാൻ 6ാമത്തെ കുറച്ച് കേൾക്കണം, തിരിഞ്ഞിരിക്കും.
അല്ലെന്ന് ഇത് ആ സ്ക്രീനിന്റെ ഇടയ്ക്കൂടെ അപ്പൊ സ്ക്രീനിന്റെ ഇടയ്ക്കൂടെ കയ്യിൽ നിന്ന് പെൻ ഫൈറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് എന്റെ പേനയ്ക്ക് ഇത്തിരി പവർ പോരെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ചേട്ടന് സെല്ലോ ഗ്രിപ്പറൊക്കെ ഇറങ്ങിയ സമയമാണ്. ഗ്രിപ്പറല്ല, വേറൊരു സാധനം ഉണ്ടായിരുന്നു, ടെക്നോ ടിപ്പ് സെല്ലോ ഗ്രിപ്പർ കഴിഞ്ഞു വന്ന. ഇത് സെല്ലോ ഗ്രിപ്പറിന്റെ ഒരു ഗോൾഡൻ കളർ സാധനം പുള്ളി ഗൾഫിൽ ഞാൻ നോക്കിയാൽ അത് പുള്ളിക്കാരൻ്റെ ഇരിക്കുന്നത്. പുള്ളിക്കാരനെ എഴുതാനൊന്ന് കള്ളം പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് പെൻ ഫൈറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ 2 പെൻ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പെൻ ഇങ്ങനെ അടിക്കുന്നല്ല ഞെക്കി വിടുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ ഇങ്ങനെ ഞെക്കി വിടുകയും ആ പെൻ തെറിച്ചു പോയി. ഞാൻ നോക്കി ഇത് 2 കഷ്ണം, ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒടിഞ്ഞാണ്ട് വരുന്നു. ഇനി ഇവനെ തിരിച്ചു പേന കൊടുക്കണ്ടേ? വൈകിട്ട് ചോദിക്കുന്നില്ലേ? പൊരിഞ്ഞെഴുത്തായിരുന്നു, ഒട്ടിഞ്ഞു പോയി. പിന്നെ ഞാൻ തന്ത്രപരമായിട്ട് ആ പേന എടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ ബുക്കിൻ്റെ അടി വെച്ചിട്ട് അവനാ ഒടിച്ചെന്നാ ഒടിച്ചെന്നാക്കി. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ പകുതി ഇടാം, എൻ്റെ മര്യാദയ്ക്ക് ഞാൻ പകുതി ഇടാം. കാരണം ആ പേനയ്ക്ക് 10-15 രൂപയാവുന്നു, അല്ലെ 12 ആവും. നമ്മൾ ഈ 1 രൂപ 2 രൂപയുടെ പേന എഴുതിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം വിൽക്കേണ്ടി ഒരു അവസ്ഥ. ആ ഉള്ള കുടുംബം അപ്പൻ്റെ അപ്പനെ പറ്റിച്ചിട്ട് അത് എഴുതിയെടുത്തിരിക്കും. അത് വിൽക്കാനും പറ്റില്ല, കേസ് നടക്കാം. ആലോചിച്ച് നോക്കണം നമ്മുടെ സിറ്റുവേഷനെ. അപ്പനെ വിട്ടിട്ട് വിൽക്കും ഇത്. അപ്പൊ ഞാനാണെങ്കിൽ അവനോട് പറഞ്ഞു പേന പൊട്ടിപ്പോയി. അപ്പൊ അവൻ സീനിയറാണല്ലോ, അവൻ ഭയങ്കര സീൻ. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞ 10 രൂപ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 15 10 അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു 5 രൂപ നീ കൊണ്ടുവരണം, 5 രൂപ ഞാൻ കൊണ്ടുവരാന്ന്. എന്നിട്ട് ഞാൻ പോയിട്ട് ഞാൻ പൈസ മോഷ്ടിക്കുന്ന അന്ന് ആദ്യമായിട്ടാണ്. അപ്പൻ്റെ പോക്കറ്റിൽ 5 രൂപ ഇരുന്നു എടുത്ത്. ഇപ്പം എൻ്റെ കണക്ക് എന്താ പിള്ളേരൊക്കെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നത്. 5 രൂപ എടുത്ത് ആരും അറിയത്തുന്നു എല്ലാവരും പറയുന്നത്. ഞാൻ 5 രൂപ എടുത്തുകൊണ്ട് വന്ന് ഇവന് കൊടുത്ത് 10 രൂപ രാവിലെ എടുത്തുകൊണ്ട് വന്ന് ഇവന് 5 മിക്സ് ചെയ്ത് അവന് 10 കൊടുത്ത് പ്രശ്നം സോൾവ് ആക്കി. വൈകിട്ട് ചെന്നപ്പോൾ അമ്മ പിടിച്ചു. ഞാൻ എത്ര ആഴ്ച എനിക്ക് മനസ്സിലായി. പിന്നെ മനസ്സിലായത് ഇവൻ്റെയൊക്കെ കൂട്ടുകാരൻ്റെയൊക്കെ വീട്ടിൽ അപ്പൻ്റെ പോക്കറ്റിൽ 100 കുറേ നോട്ടിൻ്റെ ഇടയ്ക്ക് ഒരു 5 രൂപ എന്നാ എടുത്ത് അറിയാം. എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ ആകെ ഒരു 5 രൂപ ഇരുന്നത്. അപ്പനെ ചെലവൊക്കെ നശിച്ചിരിക്കുന്നത്. അതിലൊക്കെ ഗാന്ധിജിക്ക് കുറെ പ്രായം വീണ്ടും ആ 5 എടുത്തുകൊണ്ട് പോയി അറിയാതിരിക്കും. കറക്റ്റായിട്ട് പിടിച്ചു, നല്ല അടിയും കിട്ടി. ആശുപത്രി നല്ല അടി അടിച്ചു. അത് മോഷണം എനിക്ക് വന്ന പൈസ മോഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അപ്പൻ്റെ പോക്കറ്റിന് എടുക്കുന്ന നിർത്തിയിട്ട് അപ്പന് അമ്മയുണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ. പുള്ളിക്കാരിക്ക് പെൻഷൻ വരുന്നത്, പിന്നെ അവിടുന്ന് മോഷ്ടിക്കാൻ എൻ്റെ അമ്മമ്മയുടെ ഇതുപോലെ അമ്മമ്മയ്ക്ക് അപ്പച്ചിയൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും. അമ്മമ്മ ഇത് വെക്കണത് ബെഡ്ഷീറ്റിൻ്റെ അടിയിലാണെന്ന് എനിക്കും അറിയാം, അച്ഛനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം അമ്മമ്മ അപ്പുറത്തേക്ക് പോയി ബെഡ്ഷീറ്റ് പൊക്കി ഫണ്ടുണ്ട് വന്നിട്ട് ആവശ്യപ്പെട്ട് ചോദിക്കും. അപ്പം പറയും എൻ്റെ ഒരിക്കും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ കെഞ്ചും. അപ്പോൾ പിന്നെ അവസാനം തരും. കാരണം നമ്മുടെ അറിയാലോ. പിന്നെ നമ്മൾ ലാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അറിയില്ല സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു മേടിക്കുക. നമുക്കൊന്നുമില്ല, നമുക്ക് ഇച്ചിരി മുട്ടായി അല്ലെങ്കിൽ പേന, വീട്ടിൽ പ്രശ്നം ഉണ്ടാകും, ഒരു പേന മറിക്കുക, വലിയ ആവശ്യങ്ങൾക്കോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നു, ഞാനാണെങ്കിൽ ടാൻഡത്തിൽ ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ജോലിക്ക് പോയിട്ട്. അപ്പോൾ ടാൻഡത്തിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും കോഴ്സിന് വരുമല്ലോ, 6 മാസം 3 മാസം അങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സിന് വരുന്ന. അങ്ങനെ ഒരു കോഴ്സിന് വേണ്ടി ഫീസും വാങ്ങിച്ചൊരുത്തം വന്നിട്ട് അവൻ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് മറ്റേ കുമരകത്ത് പോയി ബോട്ട് എടുത്ത് ഒറ്റ സെമസ്റ്റർ ഫീയാ, അത് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിച്ച്. അത് ഞാൻ ആലോചിക്കുന്നത് പിള്ളേർ പറ്റിച്ച് പൈസ ചെലവാക്കുന്നത്. നമ്മുടെ മുട്ടായിക്ക് വേണ്ടിയുള്ള ആ സമയത്തൊന്നല്ല, ഞങ്ങളുടെ കോളേജിൽ ഇതൊരുത്തം ചെയ്തിട്ടുണ്ട്. അവൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ അവൻ്റെ അമ്മയുടെ വളയെടുത്ത് മറച്ച് അവൻ്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് ആലപ്പുഴ പോയി. അത് കഴിഞ്ഞില്ല ചൂണ്ടിടാൻ കരിമീൻ കിട്ടില്ല. അപ്പോ ഇതില് പറഞ്ഞ പോലെ അവര് വീട്ടുകാർ പോലീസിൽ കേസ് കൊടുത്തു. കഴിഞ്ഞ് പോലീസുകാർ വന്നു വീട്ടിലെ വേലക്കാരിനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു വേലക്കാരിനെ ചോദ്യം ചെയ്യണ്ട, ഞങ്ങൾക്ക് അവരത്ര വിശ്വാസമല്ലാതെ ഒന്നും ചെയ്യണ്ട. പക്ഷെ അല്ലല്ല, മോന് ഒരു സംശയമൊന്നും പറഞ്ഞില്ല. ഇതില് പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ അറിയായിരുന്നു പൊക്കിയത്. അപ്പൊ അനിയനെ ഒതുക്കിയേക്കുന്നത് കുറച്ച് കാശ് കൊടുത്തിട്ടാ, ഇതിന് കുറച്ച് കാശ് കൊടുത്തിട്ട് അനിയനെ ഒതുക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് 2 മിനിറ്റ് മതിയല്ലോ സാധനം മനസ്സിലാവാൻ. വിളിച്ച് ചെക്കനെ കണ്ടൊരെണ്ണം കൊടുത്ത്. ചെക്കൻ മണി പോലെ പറഞ്ഞു. അപ്പൊ ഇവന്റെ ചോദിച്ചു. അപ്പൊ മുത്തില്ല, ഇവിടെ എൻ്റെ സാധനം പണയം വെച്ചിട്ടുണ്ട്, ഇതായിരുന്നു സംഭവം, സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങിട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയും ട്രസ്റ്റ്വർത്തിയായിട്ട് നമുക്ക് എവിടെ നിന്ന് മോഷ്ടിക്കാൻ പറ്റുന്ന ആലോചിച്ചേക്ക്. നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എടുക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത് മോഷണമാണെന്ന് പറയാൻ പാടുണ്ടോ?
പക്ഷെ എന്നാൽ ഞാൻ പിന്നെ ഞാൻ അല്ല, പക്ഷെ ഞാൻ ചില കഥകൾ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്തായാലും മോഷണമെന്ന് പറയണം. അപ്പന്റെ പോക്കറ്റിൽ നിന്ന് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും. ഗ്രാൻഡ് മദർ ഉണ്ടല്ലോ, ഗ്രാൻഡ് മദറിന് പെൻഷൻ വരുന്നുണ്ട്, ഗ്രാൻഡ് മദറിന് ചെറിയ ടേബിളും മേശയൊക്കെ ഉണ്ട്. മറ്റേ മീശമാധ പോലെ മയിൽപ്പീലിയൊക്കെ വെച്ച് ചിക്കിളൊക്കെ നമുക്ക് അത്രയും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോകുമല്ലോ. അപ്പം അപ്പനും അമ്മയും ഇവരുടെ കല്യാണത്തിന് എന്തോ പോയ സമയത്ത് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്നെ പോലെ അല്ല, പാവ, പക്ഷെ ടെററായിരുന്നു അന്ന്. ഇപ്പം പാവമെന്ന് എനിക്ക് തോന്നി, പുള്ളിയായിരുന്നു എല്ലാത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ചേട്ടൻ പറഞ്ഞു നമുക്ക് പൈസ എടുക്കാം, അമ്മൂമ്മയുടെ ഈ മേശക്കകത്ത് പൈസ ഉണ്ട്, എങ്ങനെ കളിച്ചാൽ എടുക്കാം. എന്തിനാണെന്നറിയാം, ഫുഡ് വാങ്ങിക്കണം, വേറെ ഒന്നും അല്ലാത്ത. ഞാൻ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. 10-15 രൂപ എടുക്കണം, പക്ഷേ ഇത് തരത്തില്ല ഇവർ. അത് ഇവരുടെ തരാത്തത് ഇവർക്ക് ഇത് കിട്ടിയിട്ട് വേണം കുടുംബം ഓടിക്കാൻ. നോക്കുമ്പോ എന്റെ വാപ്പ 15 രൂപ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടോ. എന്നിട്ട് നമ്മൾ പോയിട്ട് ഈ പറയുന്ന മേശ വലിപ്പ് തുറക്കാൻ നോക്കി, നടന്നില്ല. അപ്പോൾ ഇക്കടെ മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്ത് നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടിട്ട് ഇങ്ങനെ തീപ്പെട്ടിയുടെ ഈ മരുന്നിട്ടിട്ട് കത്തിക്കുമ്പോൾ പൂട്ട് പൊട്ടിപ്പോന്നു. സിനിമയിൽ കാണിച്ചിട്ടുണ്ട്, ഏതൊരു സിനിമയിലൊക്കെ ഉണ്ടത്. നമ്മൾ തീപ്പെട്ടി ഒരു തീപ്പെട്ടി എടുത്ത് അടുക്കളയിൽ നിന്ന് ചുരണ്ടി ഇട്ട് കത്തിച്ചു. പേപ്പർ കത്തി അകത്തേക്ക് പോയി, ഇനി അകത്തിരുന്ന് മൊത്തം കത്തി പോകും. ടെൻഷനായി. ഈ ബൂട്ടിനൊരു മാറ്റമില്ല, വലിച്ചു തുറക്കുന്നില്ല. അതെനിക്ക് പറഞ്ഞു എന്തായാലും നമുക്ക് അകത്തും സംഭവിച്ചെന്ന് അറിയണം, ഇതിലേ പ്രശ്നമാകും. അപ്പൻ്റെ ഈ ഡ്രില്ലിംഗ് ബിറ്റുണ്ട്, ഞാൻ മറ്റേ കൈ വെച്ച് കറക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് ഇങ്ങനെ കറക്കിയ. അപ്പം ഞങ്ങൾ വന്ന് ആ മേശ മറിച്ചിട്ടു. എന്നിട്ട് ഞാൻ ഈ കൈൻ്റെ പുറത്ത് കയറിയിരുന്നു. അതായത് മേശയുടെ വലിപ്പ് വലിച്ചു തുറക്കാൻ പറ്റില്ല, നമ്മൾ മേശ തിരിച്ചിട്ട് എൻ്റെ മേശയുടെ അടിഭാഗത്ത് ഈ ഗ്രില്ല് വെച്ചിട്ട് ഒരു സ്ക്വയറിൻ്റെ ഒരു ഇങ്ങനെ, അതായത് ഇത്രയും ഗ്യാപ്പിൽ ഇങ്ങനെ കുഴിച്ച് ഇതാക്കി. എന്നിട്ട് ആക്സംബ്ലി ഇത് അറുത്തെടുത്ത് ആ സ്ക്വയർ മുറിച്ച് പുറത്തെടുത്ത് അകത്തേക്ക് കുറച്ച് കത്തിയിട്ടുണ്ട്, അത് മാറ്റി കുറച്ച് ചില്ലറ പൈസ ആയിട്ട് അതെടുത്ത്. അകത്തെന്താണോ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. എന്നിട്ട് പ്രശ്നമില്ല, നമ്മളിത് അടച്ചു വെക്കുന്നു, ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിക്കുന്നു, ഇത് അടച്ച് തിരിച്ച് നമ്മൾ ബോക്സ് വെക്കുന്നു, പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, എടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. സൂപ്പർ. അമ്മമ്മ എങ്ങനെ പിടിച്ചാലോ തട്ടിക്കളയണം. പ്രായത്തിലായതല്ലേ, ആരും സംശയിക്കില്ല. എന്നിട്ട് പേപ്പർ മടക്കി വെച്ചിട്ട് ഇത് ഞങ്ങൾ തിരിച്ചു വെച്ചു. പുള്ളിക്കാരി തുറന്നപ്പോ തന്നെ ഇത് താഴെ പോയി. ഞങ്ങൾക്ക് പെർഫെക്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ തന്നെ പിടിച്ചിട്ട് എല്ലാരും അറിയിച്ചു. ഭയങ്കര പ്രശ്നമായി വീട്ടില്. അമ്മ പൊതിരെ തല്ലിട്ട് ഇഷ്ടം പോലെ കിട്ടണ്ടേ. ഇത് വൻകിട ബാങ്ക് റോബറിയുടെ അടുത്തുള്ള സാധനം. എല്ലാരും ബന്ധുക്കളൊക്കെ അറിയിച്ച് ഞങ്ങള് അറിയപ്പെടുന്ന കള്ളന്മാരായിട്ട് മാറി. അന്ന് കുറെ പേര് പറഞ്ഞു എന്നെ ഒന്നും പറ്റി, ഞാൻ കുഞ്ഞാ. ഈ അബ്ദുൽ ഖാദറിന്റെ കാര്യം വന്നില്ല, ബഷീറിനെ അടിയിട്ട് നോക്കാം, ഞാൻ കുഞ്ഞാണല്ലോ, അവനെ കൊണ്ടുവിടുന്ന നീ വഷളാക്കുന്നത്. ഞാൻ ഭൂലോകത്തിന്റെയാണെന്ന് എനിക്കെല്ലാം അറിയത്തില്ല. ഇക്കയ്ക്ക് നല്ല അടിയിട്ട്. എല്ലാവരും ഇപ്പം ഭയങ്കര കള്ളനാവും, വലുതാവും, ഭയങ്കര കള്ളനാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറായില്ലേ, ഡോക്ടറായി കള്ളനായി, അനീസൊക്കെ കള്ളനുമായി. അന്ന് അത് അങ്ങനെ കുറെ സാധനം ഒപ്പിച്ചിട്ടുണ്ട്. ഞാനീക്കെ ഒപ്പിച്ചത് ടെൻഷൻ അടിച്ച് ചാവും. ഞാനൊക്കെ ആകെ ചെന്ന ലക്ഷറി എന്ന് വെച്ചാൽ 1 രൂപ കൊണ്ടുപോകും, വേറൊരു കൂട്ടുകാരന് 1 രൂപ കൊണ്ടുവരും, 2 രൂപയ്ക്ക് സിപ്പപ്പ് മേടിക്കും, കടയിലെ ചേച്ചിരിക്കുന്നു മുറിച്ച് തരാം, എന്നിട്ട് മുറിക്കും, എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിന് മേലുള്ള ആഗ്രഹങ്ങളൊന്നും. നമുക്ക് ഇത്ര 2 രൂപ സിപ്പപ്പിന് ഇവന്റെ കൂട്ടുകാരൻ അല്ലല്ല, 1 രൂപയുടെ സിപ്പപ്പിന് അമ്മ 50 പൈസയുണ്ട്. അപ്പം 50 പൈസ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അവനും 50 പൈസ കൊണ്ടുവരും. 1 രൂപയുടെ സിപ്പപ്പ് മേടിക്കും, കടയിൽ നിന്ന് ഇത് മുറിച്ച് തരാം. അപ്പോൾ അവർ എന്നിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാനുള്ള നാരങ്ങ മുറിക്കണ പിച്ചാത്തികളുണ്ട്, അതുകൊണ്ട് സിപ്പപ്പ് മുറിച്ച് തരും. അപ്പോൾ അതിന്റെ പകുതി ഞാനും കഴിക്കും, പകുതി അവനും കഴിക്കും, വീട്ടിൽ പോകും. അന്നേ 1/2 ഒക്കെ പരീക്ഷയിലാണ് നമ്മൾ. ഈ ചിക്കൻ സൂപ്പൊക്കെ 1/2 അല്ല അവരുടെ അത്ര ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അത്ര ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ 1 രൂപ കിട്ടണമെങ്കിൽ ഇത്ര വർക്ക് ചെയ്യണം ഞങ്ങൾക്ക്, ഇതിനെ പോലെ അല്ലല്ലോ. പിന്നെ ഞങ്ങൾ അത് അഫിലിയേറ്റഡ് പരിപാടികളാണ്. അതായത് നമ്മൾ പൈസ മോഷ്ടിക്കുമ്പോഴാണല്ലോ അറിയുന്നത്. അപ്പം അപ്പൻ്റെ കളക്ഷനിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൻ്റെ പണ്ട് പ്രിന്റിങ്ങിന്റെ കുറേ പരിപാടിയാണ്. അപ്പം അപ്പം കുറേ സ്റ്റിക്കേഴ്സ് അങ്ങനെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓട്ടടിച്ച കഥ കൊണ്ടാ പറയാൻ പോണേ, വളരെ നിഷ്കളങ്കതയോടുകൂടിയാ പറയണേ. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ കാശ് എടുത്താലുള്ള പ്രശ്നം പിന്നെ ഉണ്ടാക്കിയേക്കാം. ഒരു 5 വർഷം കൂടെ ഞങ്ങൾ അപ്പനാ ബിസിനസ്, അതായത് അപ്പന് സ്ക്രീൻ പ്രിന്റിംഗ് വെച്ച് നോട്ട് അടിക്കാൻ പറ്റും. ഞങ്ങൾ അതിലേക്ക് പോക്കത്താൽ ഞങ്ങൾ അടിച്ചേനെ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിക്കർ അപ്പൻ്റെ ഷെൽഫിൽ നിന്ന് അടിച്ചു മാറ്റും. എന്നിട്ട് ഇക്കയ്ക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് സ്കില്ലെന്നുണ്ടായിരുന്നു. ഇക്ക അത് മാറ്റി ക്രിയേറ്റീവ് വിട്ടിട്ട് പഠനം ഫോക്കസ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇക്കയെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. പഠിക്കുന്നില്ല, ഉഴപ്പനാ, ഇങ്ങനെ വഴക്കാളിയാന്ന്. അങ്ങനെ ഉഴപ്പിയിട്ടാണ് ഇക്ക ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഇക്ക വാശിക്ക് തിരിഞ്ഞാൽ നിൽക്കുക പറഞ്ഞിട്ടുണ്ട്. 9ാം ക്ലാസ്സിന് ശേഷം ഇക്ക പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴും പൈസ കിട്ടണമല്ലോ. അപ്പം വീട്ടിൽ നിന്ന് എടുത്താൽ ഇനി എന്റെ സാമ്രാജ്യം നീ നോക്കണം.
എന്നെ കൊണ്ട് പലതും പറ്റും, നിന്നെ കൊണ്ട് ഇതേ പറ്റും. എന്നിട്ട് സ്റ്റിക്കർ വന്നിട്ട് ഇക്ക നന്നായിട്ട് പടം വരയ്ക്കും. ഇക്ക സ്റ്റിക്കറിനകത്ത് മറ്റേ ട്രേസ് പേപ്പർ വെച്ചിട്ട് പടം വരച്ചുണ്ടാക്കിയിട്ട് ആ പടം വെച്ച് സ്റ്റിക്കർ വെട്ടിയെടുക്കും. മനസ്സിലായോ? സ്റ്റിക്കറിന് ഒരു ഒട്ടിക്കുന്ന സ്റ്റിക്കർ മറ്റേ പ്ലെയിൻ സ്റ്റിക്കേഴ്സ്, മറ്റേ വൈറ്റ് കളർ പ്ലെയിൻ സ്റ്റിക്കേഴ്സ് വരും. അതായത് ഈ സ്റ്റിക്കർ ആവശ്യത്തിന് വേണ്ടിയുള്ള മറ്റേ വണ്ടിക്കകത്തൊക്കെ നമ്മൾ നമ്പർ അങ്ങനത്തെ സ്റ്റിക്കർ അതിന് വേണ്ടി വരുന്നത്. ഇക്ക പടം വരച്ചിട്ട് ട്രേസ് പേപ്പറിൽ പടം വരച്ചിട്ട് അത് ഇതിനകത്തേക്ക് വെട്ടിയെടുക്കും. അത് വെച്ചിട്ട് വെട്ടിയെടുത്തിട്ട് അത് ഞാൻ കൊണ്ട് വിൽക്കും സ്കൂളിൽ. പിള്ളേർക്ക് 5 രൂപയ്ക്കും 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് വലിയ കിടിലം പിക്ചേഴ്സ്. 100 രൂപയ്ക്കോ? ആ ഒരു സമയത്ത് സിൽക്ക് സ്മിതയുടെ സ്റ്റിക്കറൊക്കെ വരയ്ക്കണേ. സിൽക്ക് ആദ്യം ഞങ്ങൾ വീട്ടിലുണ്ടെന്ന പേരായിരുന്നു. ഇപ്പൊ ഹരി എന്നുള്ള പേര് ഒരക്ഷരത്തിന് 2 രൂപ വെച്ചിട്ട്. ഇപ്പൊ അവന്റെ പേര് എത്രയാണോ ആ പേര് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കും. അത് സ്റ്റെൻസിൽ അത് വെട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അത് വിറ്റത്. അപ്പൊ ഒരക്ഷരത്തിൽ 1 രൂപ 2 രൂപ 1 രൂപ അങ്ങനെ സ്റ്റിക്കർ അനുസരിച്ച് ഗോൾഡൻ സ്റ്റിക്കർ ഉണ്ട് 2.5 രൂപയും പ്ലെയിൻ വൈറ്റ് സ്റ്റിക്കർ 1.5 രൂപയ്ക്ക് ഒരു അക്ഷരത്തിന്. അപ്പൊ വലിയ പേരുള്ളവനൊക്കെ വിളിച്ചിട്ട് നിനക്കൊരെണ്ണം വെട്ടിക്കണ്ടേ, അവനെ വിറ്റാൽ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഡോണിനൊക്കെ വെറുതെ വിടും 3 രൂപയുടെ കേസാ. പക്ഷെ അനന്തകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. അവന്റെ ചോക്ലേറ്റിനുള്ള പൈസ കിട്ടും. അപ്പൊ അത് വെട്ടി വിറ്റു. പിന്നെ അടുത്ത കമ്മീഷൻ പൈസ കിട്ടുന്നത് പകുതി. ഇത് മുട്ടായി വാങ്ങിക്കും, ഞങ്ങൾ എന്റെ തിന്ന് തീർക്കും. അപ്പൊ അബു വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടി ചെലവ് കൂടി. അബു അവൻ ചോക്ലേറ്റ് പ്രായത്തിലേക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇക്ക ഇനി കുറച്ച് വീട്ടുപേരുകളൊക്കെ പിടിക്കണം, ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇല്ല, ഇക്ക പടം വരയ്ക്കാൻ തുടങ്ങിയെന്ന്. വലിയ ആർട്ടിസ്റ്റിക് പടങ്ങൾ, അതായത് വലിയ സ്റ്റിക്കർ എടുത്തിട്ട് 50 രൂപ ഞാനിത് കൊണ്ടുവരുന്ന ഓരോരുത്തമാരെ പറഞ്ഞു പറ്റിച്ച് വിൽക്കും. 50 രൂപയ്ക്കൊക്കെ മേടിക്കാനുള്ള പിള്ളേർ. അതാ പറഞ്ഞ അതുപോലെ ഇത് അവര് കണ്ടിട്ട് വരുന്നത്. അന്നൊന്നും സ്കൂളിൽ പിള്ളേരിൽ കാശ് കൊടുത്ത് വിടില്ല, അടിച്ചു മാറ്റിട്ട് വരുന്ന തന്നെ. പിള്ളേര് കാശ് കൊണ്ടുവരുന്നുണ്ടോ അടിച്ചു മാറ്റി കൊണ്ടിരുന്ന. എന്നിട്ട് ഈ 50 രൂപ കൊണ്ട് ചോക്ലേറ്റ് വാങ്ങിക്കും. ഇപ്പൊ നമുക്ക് ഒരു ധൈര്യം ലോകത്തെ പറ്റിയും ലൈഫിനെ പറ്റി ഇത് വീട്ടിൽ പറഞ്ഞ തോന്നുന്നു. പൈസ ഒന്നാമത്തെ അന്ന് പിള്ളേരൊന്നും പൈസ ഭയങ്കര നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സാധനം ഒന്നും പറയാൻ പറ്റത്തില്ല. അന്ന് കാറ്ററിങ്ങിന് പോവാന്ന് പറഞ്ഞതിന് ചീത്ത വെക്കും. അത് അങ്ങോട്ട് നോക്കി പറയും, ഇവിടെ നോക്കി പറയുമ്പോ കണ്ണു കാണാത്ത അന്ന് പൈസ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ഏത് പടം 100 രൂപയ്ക്ക് വിറ്റ ഒരു കോംപ്ലിക്കേറ്റഡ് പിക്ചേഴ്സ്. അതായത് അപ്പന്റെ ആർട്ടിസ്റ്റിക് കുറെ സാധനങ്ങളുണ്ടായിരുന്നു. പുള്ളി ഈ പറഞ്ഞ പ്രിന്റിംഗ് മേഖലയാണ്ട് പുള്ളിയുടെ കുറെ പടങ്ങളുണ്ട്. ഇത് ആ മോഡൽസ് അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടു പറഞ്ഞപ്പോഴാണ് ഞാനൊരു ബിസിനസ് പച്ചപിടിച്ച് വരികയായിരുന്നു. പക്ഷെ മാർക്കറ്റ് തകർത്ത് കളഞ്ഞു. CD റൈറ്റർ എന്റെ വീട്ടിലുണ്ടായിരുന്നു. 2 CD ഒക്കെ റൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എല്ലാവരുടെയും റൈറ്ററായി. കണ്ടന്റുകൾ എന്തായിരുന്നു? കണ്ടന്റുകൾ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റയർ കണ്ടന്റുകൾ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. ഈ CD നമുക്ക് കാണുമല്ലോ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ മോഷ്ടിക്കുന്നത് തെറ്റാണ്. അടുത്ത ഞാൻ സിപ്പപ്പ് അവിടെ ഭയങ്കര തള്ളായിരിക്കും. അപ്പൊ ഒരു എക്സ്ട്രാ 2 ഒക്കെ എടുത്തിട്ട് വരും. അങ്ങനെയുള്ള ചെറിയ ഞങ്ങളുടെ സ്കൂളില് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ആണ് സ്കൂള്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 10-22 വയസ്സൊക്കെ ഉണ്ടാവും. അത് ടീച്ചർ ഏതാ പിള്ളേരേതാ യൂണിഫോം നോക്കി പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്കൂളിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ സാധാരണ കട, നമ്മൾ ചെല്ലുന്നു, സാധനം ചോദിക്കുന്നു, ചേട്ടൻ തരുന്നു, പൈസ മേടിക്കുന്നു. ഇതാണ് പരിപാടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ പിന്നിലൊരു ചേട്ടൻ അത്യാധുനിക സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, ഇവിടെ വന്നിട്ട് ചേട്ടന് ഞങ്ങളുടെ സ്കൂളിനെ പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ദിവസം ചേട്ടൻ സ്കൂളിൽ. പിന്നെ ഈ ചേട്ടൻ എല്ലാ തിങ്കളാഴ്ച അസംബ്ലിക്ക് ഈ ചേട്ടന്റെ പരാതിയാണ് നമ്മുടെ പിന്നിലുള്ള ഈ മാർക്കറ്റിൽ നിന്ന് അല്ലാത്ത രീതിയിൽ മോഷണമുണ്ട്. നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോകും. അവസാനം എന്തായി, അത്യാധുനിക സൂപ്പർ മാർക്കറ്റ് കിളിക്കൂടായി. ഗ്രില്ല് ചേട്ടൻ ഓട്ടോയും കൂടെ കൈ മാത്രമേ ഉള്ളൂ. എന്താ വേണ്ടത് മനസ്സിലായോ? നമ്മുടെ കോളേജിലെ ലൈബ്രറി ബേസ് ചെയ്തൊരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാനാ ചെയ്തത്, ഞാൻ പറയത്തില്ല ഇത്തവണ. ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ പത്തനംതിട്ടയിൽ പല തെളിയാത്ത കേസുകളും തെളിയും. അല്ല, നമുക്ക് രണ്ടിതാണ്. ഒന്ന് ഫ്ലഷ് ട്രേഡ് ആണ് നടക്കുന്നത്. അതായത് ആൾക്കാർ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് ലൈബ്രറിയുടെ കോണിലൊക്കെ പോയി എന്നാണ് പരിപാടികൾ നടത്തുന്നത്. കോളേജ് ലൈബ്രറിയിൽ. ആൻഡ് രണ്ടാമത്തേത് ബുക്കിന്റെ ഈ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ആണ്. അകത്തേക്ക് പോകും, ബുക്ക് എടുത്ത് ഇതിനകത്തോട്ട് വെക്കും, എൻ്റർ ചെയ്യത്തില്ല. അതായത് 2 ബുക്ക് എടുക്കും, ഒരു ബുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യത്തില്ല, അത് മാത്രം എൻ്റർ ചെയ്തിട്ട് ഇറങ്ങി വരും. അങ്ങനെ ഒരു പാരലൽ ലൈബ്രറി തന്നെ പുറത്തുണ്ടായിരുന്നു നമുക്ക്. എന്നിട്ട് ക്ലാസ്സെല്ലാം കോളേജെല്ലാം കഴിയുന്നിടത്ത് അത് വിറ്റിട്ടാണ് പോയത് പിള്ളേർ. ഓരോരുത്തന്മാർക്ക് ഓരോന്ന് കാണിക്കുന്നത്. സ്കൂളിൽ കോളേജൊക്കെ അങ്ങനെ ചെയ്തു.
ഞാൻ കോളേജിൽ അധികം സമയം ചെലവഴിക്കാത്തൊരു സ്ഥലമാണ്. പറഞ്ഞാൽ ചിലപ്പോൾ പിടിക്കുക, വെറുതെ പറയണ്ട. ഞാൻ ഈ സ്കൂളിലെ കഥയൊക്കെ പറഞ്ഞാൽ വെറുതെ 5-8 കൊല്ലം പഴക്കമുള്ള പൊക്കുകളപ്പോൾ എന്നൊക്കെ പഠിപ്പിച്ചൊരു കുറേ പേര് മരിച്ചുപോയി. അതാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്ക് കഥ പറയാൻ. ഞാനൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറ്, പുള്ളിക്കാരൻ തന്നെ അതിൻ്റെ ഒരു മറ്റേ എന്താ പറയണ്ടേ, അതിനെന്ന് പറയുന്നത് മറ്റേ പഠന സഹായി ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന സാറ് തന്നെ ആ വിഷയത്തിന് പുള്ളി ഒരു ഗൈഡ് എഴുതിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് പുറത്ത് വിൽക്കുന്ന. അപ്പോൾ ഒരു ഗൈഡിന് 120 രൂപ എന്തോ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ 60 പേരുണ്ട്. ഇത് പിരിക്കാൻ എന്നെ ഏൽപ്പിച്ച് ഞാനിതിങ്ങനെ പിരിച്ചിട്ട് സാറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അത് വല്ലതും കിട്ടി വന്നു. അപ്പോൾ സാറിന് വേറെ ആർക്കും കൊടുക്കാനോ നമുക്ക് അങ്ങനെയൊന്നുമല്ലോ, സാറിൻ്റെ ഡീലിംഗ് ആണല്ലോ. അപ്പോൾ സാറ് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എല്ലാവർക്കും പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന പിള്ളേരുണ്ട്, ഞാൻ തന്നെ ഇതിനെത്തിട്ടില്ല ഫണ്ട്. സാർ 20 പേരൊക്കെ തന്നിട്ടുള്ളൂ പറഞ്ഞു. കുഴപ്പമില്ല വെച്ചോ, മൊത്തം ആകുമ്പോൾ തന്നാൽ മതി എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് എന്നോട് അപ്ഡേറ്റ് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ 25 പേരായിട്ടുണ്ട്, വെച്ചോ മൊത്തം ആകുമ്പോൾ തന്നാൽ മതി, അല്ലെങ്കിൽ ഇതെങ്ങനെ പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം പിന്നെ ഇത് ചോദിക്കണ കാലവും കൂടി വന്നു. ഇത് തരുന്ന പിന്നെ ഞാൻ പക്ഷെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും പിള്ളേരെ പോയിട്ട്. സാർ ചോദിക്കുന്നുണ്ട് എനിക്കിത് കൊടുക്കേണ്ടതാണ്, കണക്ക് തീർത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾറെഡി ഒരു 3-4 സെക്ഷൻ ചിലവ് കഴിഞ്ഞിരുന്നു ഈ കാശിൽ നിന്ന് വേറെ കൂട്ടുകാർക്കൊക്കെ. ഇതൊക്കെ ഞാനിനി ഉണ്ടാക്കി ഇടണം ഇതിനകത്തോട്ട്. അവസാനം ഞാൻ പിള്ളേരെ പോയി പ്രഷർ ചെയ്യും, സാറ് ചോദിക്കണം ഇടണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് മൊത്തം പിള്ളേർ തന്നിട്ടില്ല. അവരുടെ വിചാരം അവരെന്നെ പറ്റിച്ചു തന്നാ. ഞാനൊരു 40-45 ബുക്കിന്റെ കാശ് സാറിനെ പറ്റിച്ച് കൊടുത്തിട്ടില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അപ്പൊ കാശ് കൊടുത്ത പിള്ളേർക്ക് ബുക്ക് കിട്ടിയിട്ടില്ല. ബുക്ക് കിട്ടി, ബുക്ക് ആദ്യം കൊടുത്തു, കാശ് മേടിച്ചിട്ടില്ല. അതൊരു കുറെ ചെലവായി കഴിഞ്ഞപ്പോൾ അവസാനം ഈ കാശൊക്കെ കൂടെ കൂട്ടുകാർ പറയും മറ്റേതിന്ന് എടുത്തോ, നമ്മളെല്ലാവരും കൂടെ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി തട്ടുകടയിൽ നിന്ന് കഴിക്കും, നാരങ്ങ വെള്ളം കുടിക്കും, ലാവിശ. പിറ്റേ ദിവസം ഞാൻ കാശ് ചോദിക്കുമ്പോൾ ഒരു തെണ്ടി തരത്തില്ല. സാറ് ചോദിക്കുമ്പോൾ അല്ലേ അപ്പോഴത്തേക്ക് സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യമൊക്കെ പറയും. അടുത്ത ദിവസം പറയും നീ ഇന്നൂടെ ഇറക്ക് എന്ന് പറഞ്ഞ് 5-8 ദിവസം നമ്മൾ ഒരുമിച്ച് കഴിച്ചപ്പോൾ തന്നെ നല്ലൊരു കാശ് പോയി. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ തിരിച്ചിടണം. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ വിദഗ്ധമായിട്ട് ആരോടും പറയാതെ മുക്കാം, അപ്പം എനിക്ക് കുറച്ച് കാശ് ലാഭം കിട്ടും. അങ്ങനെ മുക്കി. നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ സ്കൂളിൽ നടന്നൊരു വലിയ മോഷണം എന്തായിരുന്നു? സ്കൂളിൽ നിന്ന് മോഷ്ടിച്ച തെറ്റാണെന്ന് തുടങ്ങിയ നിങ്ങൾ ഡ്രിൽ ബിറ്റ് ഒക്കെ പൊട്ടിച്ചെയ്യണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു നല്ല കള്ളനാവാനുള്ള ആ സമയത്ത് പേടികൊണ്ട് ചെയ്യുന്നതാ. എന്താന്ന് വെച്ചാൽ അകത്ത് അല്ല ശരിക്കും പൈസ എടുക്കാൻ തന്നെ അല്ലാതെ തീ പിടിച്ചാൽ മാത്രമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ കള്ളനാണല്ലേ സത്യസന്ധന. ഭയങ്കര അല്ല, എനിക്കതിനകത്ത് ഇപ്പോഴും കുറ്റബോധമൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്നാണ് ഞാൻ പൈസ എടുത്തത്. ശരിക്കും മറ്റേത് ചെറിയ കുറ്റബോധം. സാറ് അങ്ങനെ പിള്ളേരെ പൈസ ബുക്ക് മെറ്റീരിയൽ കാശ് കൊടുത്താൽ സാറാ ബുക്ക് പബ്ലിഷ് ചെയ്ത് 20-15 രൂപയ്ക്കായിരിക്കും മതി, സമാധാനം മതി. അപ്പൊ നമുക്ക് ആ കുട്ടികളുടെ ചില ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ വീട്ടിലവർക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പൈസ അവരുടെ ഇല്ല, അവരുടെയും കുറ്റമല്ല പൈസ തരാതിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുന്നത്. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര വിശപ്പാന്ന് ഭഗത് ഫാസിൽ പറയുന്നത് അതുപോലെ ഉള്ളതാണ്, നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ അത്രയും തെറിച്ച് നടന്ന എൻ്റെ ബ്രദർ, പുള്ളി ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്തത്. അതായത് ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ലൈഫിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഇമ്പോർട്ടന്റ് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കിഡ്നിയൊക്കെ ആയിരിക്കും ആയിരിക്കില്ല കേരളത്തിലെ ഓർഗൻ ട്രേഡിന്. ശരിക്കും വന്നിട്ട് പോയപ്പോ ഒരു 2-2.5 കിലോ കുറവ്. ഇല്ല, അത് ശരിക്കും കുറെ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ കിഡ്നി ഓർഗൻ ട്രേഡിംഗ് ഒക്കെ ഭയങ്കര. അതായത് നീ ചിലപ്പോ ഹാർട്ടിലൊരു സ്റ്റെന്റ് ഇടാനായിരിക്കും പോകുന്ന, പോയിട്ട് ചിലപ്പോ കിഡ്നിയും കൂടെ കാണൂല. സ്ഥലമില്ലായിരുന്നൊക്കെ അല്ലേ. ഇവിടെ സർജറി ചെയ്ത ഇനി കൂടെ കുറച്ച് ഷോർട്ട് കട്ട്. നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് ശരിക്കും കുറെ പാടിപ്പുകഴ്ത്തുന്ന കള്ളന്മാരുടെ കഥയുണ്ടല്ലോ. കായംകുളം കൊച്ചിനെയൊക്കെ സിനിമയായിട്ടുണ്ടല്ലോ. കായംകുളം കൊച്ചിനെ, ഇത്തിക്കര പക്കിയൊക്കെ ഭയങ്കര പോപ്പുലർ ഫോക്ക് സ്റ്റോറീസ്. ആക്ച്വലി മോശം സിനിമയൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലേ. മോശം എന്താന്ന് വെച്ചാൽ എന്ത് വേണേലും നടക്കാമല്ലോ, ഭയങ്കര അഡ്വഞ്ചറസ് പരിപാടി. നമ്മുടെ നായകന്റെ സൈഡിലാണല്ലോ, നമ്മുടെ നായകനുള്ളൊക്കെ ഉണ്ട്, ആള് വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ല, മണി ഹിസ്റ്റ് ഒക്കെ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ വെബ് സീരീസ് ഒന്നുമില്ല. അതിന്റെ തീം തന്നെ എന്താ പൈസ. എനിക്ക് ഞാനത് ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജവാനാണേലും കുറേയൊക്കെ ഈ പറഞ്ഞ തെഫ്റ്റ് പരിപാടിയാണെങ്കിൽ കുറെ ക്ലൈമാക്സിൽ സാധാരണക്കാർക്ക് മറ്റേ കാശ് കാറ്റിപ്പുറത്തി കൊടുക്കുവാണെങ്കിൽ നമ്മള് കള്ളന്റെ കൂടെ അല്ലേ, തെറ്റായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് അല്ല അവര് കുറച്ച് മണിയസ്റ്റിലും കുറച്ച് പൈസ കൊടുക്കണം. അല്ലാതെ മറ്റേ നമ്മുടെ ബാങ്ക് ജോബ്, ഇറ്റാലിയൻ ജോബ് പോലുള്ള പടങ്ങളൊക്കെ അവർക്ക് വേണ്ടി എടുക്കുന്ന
ഒരു ഹാക്കർ ഒരുത്തനെ ഇങ്ങനെ തൂക്കിക്കൊന്നൊരു, അത് ഇനി ഉള്ളത് തന്നെയാണെന്ന് അറിയില്ല. അവൻ ഈ പറഞ്ഞ പോലെ ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഫിഗറില്ലേ, അത് അവൻ ബാങ്കിൽ നിന്ന് അടിച്ചോണ്ടിരിക്കും ചെറിയ ചില്ലറ പൈസ. പക്ഷെ അത് അവൻ നിസാര ദിവസം കൊണ്ട് വലിയൊരു അവൻ അത് അവനല്ല ഉപയോഗിച്ചെന്ന് പറയണം. എന്നിട്ട് അവനെ പിടിച്ചിട്ട് എന്താ തൂക്കിക്കൊല്ലേ അങ്ങനെ എന്തൊരു സാധനം. ഇതൊക്കെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു വീഡിയോ. ഈയിടെ SBI ഒരു ബാങ്ക് മാനേജർ, അത് പത്രത്തിലുണ്ടായിരുന്ന ഒരു മാനേജർ ഇതുപോലെ പുള്ളിക്കാരി മറ്റേ ഗോൾഡ് കൊണ്ട് വെക്കണവരുടെ നൈസായിട്ട് പൊക്കി. ഇത് ഇത്ര നാള് കഴിഞ്ഞാണല്ലോ ഇത് ചെക്കിങ് വരത്തുള്ളൂ, പക്ഷെ അതിനകത്ത് പൊക്കി 25 കിലോ എന്തോ അടുത്ത് പൊക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ ബാങ്കിൽ വർക്ക് ചെയ്യണത് അവിടെ തോന്നി സംഭവം നടന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ, അതായത് ഈ കാശ് പാസ്ബുക്കിൽ കയറ്റണമല്ലോ, അതിന്റെ പതുക്കെ പതുക്കെ പൊക്കി തുടങ്ങി അത് പിന്നെ ഓരോരോ, അല്ലെങ്കിൽ തന്നെ ഈ ലോൺ പാസ്സാക്കാൻ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ലോൺ പാസ്സാക്കി അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇല്ല അങ്ങനെ അത് ക്ലിയർ ആയില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ബാങ്കിൽ. അമ്മ വർക്ക് ചെയ്ത ബാങ്കിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടൊക്കെ ഉണ്ട്. അമ്മ ചെയ്തിട്ടുണ്ടെന്ന് അല്ല, അത് ക്ലിയർ ആയില്ല. ഞാൻ മറ്റേ നട്ട്വാർലാലിനെ പറ്റി കേട്ടു, മറ്റേ താജ്മഹാൾ വിറ്റ ആള്. പുള്ളി ഗ്രേറ്റസ്റ്റ് കോൺമാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുള്ളി ശരിക്കും ഇതേപോലെ റോബിൻഹുഡ് ടൈപ്പ് മോഡലായിരുന്നു. പുള്ളിയുടെ വില്ലേജിൽ പോയിട്ട് ഈ കാശ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. പുള്ളി അവസാനം കണ്ടത് പുള്ളി ഒരു ഫങ്ഷനിൽ ഇതേപോലെ പുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതായത് വന്ന എല്ലാവർക്കും 1000 രൂപ വെച്ച് ഒരു വലിയ ഫീസ്റ്റ് നടത്തി അവിടെ പുള്ളീനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പുള്ളീനെ 10-12 പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. പുള്ളി എപ്പോഴും ഇറങ്ങും. പുള്ളി ഒരു പ്രാവശ്യം ഒരു പോലീസുകാരനായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പുള്ളി ഒരു സൂട്ട് കേസ് കൊടുത്ത് അകത്തുള്ള പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് പുള്ളി ഒരു പോലീസ് വസ്ത്രം അകത്തോട്ട് കൊണ്ടുവന്ന് അതിട്ട് പോയപ്പോൾ ഗാർഡൊക്കെ സല്യൂട്ട് അടിച്ച് പുള്ളി ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ആ സ്കൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അത് പേപ്പർ മാത്രമേ ഉള്ളൂ, കാശില്ല. പുള്ളി അവസാനം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പുള്ളി വീൽ ചെയറിലായിരുന്നപ്പോഴായിരുന്നു. വീൽ ചെയറിൽ നിന്ന് പുള്ളി ഇല്ല, പിന്നെ പുള്ളി മരിച്ചതായിട്ട് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിയുടെ പേരിലുള്ള കേസൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ ഇപ്പം അടുത്ത് നമ്മുടെ കൊച്ചിയിൽ പനമ്പള്ളിയിൽ ജോഷി സിനിമ സംവിധായകൻ ജോഷിയുടെ അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് പറഞ്ഞ പോലെ അയാളുടെ ഈ വന്നത് പുറത്തുള്ളൊരു സ്റ്റേറ്റിലെ പഞ്ചായത്ത് പ്രസിഡന്റോ എന്താണ് ആളുടെ ഭാര്യ, ആളുടെ ഭർത്താവാണ്. ഇതിന്റെ ബോർഡ് വെച്ചിട്ടുള്ള വണ്ടിയാണ് ഇവിടെ വന്നത്. ഈ വണ്ടിയിൽ ഫുള്ള് നോക്കി പോയിട്ട് ഇതുപോലത്തെ റിച്ച് പോഷ് ഏരിയകളിൽ നിന്ന് ആള് കക്കുന്നുണ്ട്. അവിടുത്തെ ആളുടെ ഗ്രാമത്തിൽ 2 പാലം പെടുന്നുണ്ട്. ഇങ്ങനത്തെ കല്യാണങ്ങളോ എന്തൊക്കെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് ഒരു 5-6 മാസം മുമ്പ് കണ്ട പനമ്പള്ളിയിൽ മോഷണം നടന്നത്. ഈ നട്ട്വലാൽ മൂവി എനിക്കത് ബണ്ടിയൂർ ബബ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ കോൺ കുറെ ഇതേപോലെ പുള്ളി തുടങ്ങിയത് ഇതേപോലെ സിഗ്നേച്ചർ ഫേക്ക് ചെയ്തിട്ടാണ്. സിഗ്നേച്ചർ ഫേക്ക് ചെയ്ത് കാശെടുത്ത് പുള്ളി അങ്ങനെ പറ്റിച്ചു ക്യാച്ച് മീ ഇഫ് യു ക്യാൻ ഒരാളുടെ കഥ. ഭയങ്കര പോപ്പുലർ മൂവിയാണ്. അയാള് ഉള്ള ഒരാളാ, ഇപ്പോഴും ഉള്ള ആളാന്ന് തോന്നുന്നു. അതറിയത്തില്ല. ഇല്ല, അതേപോലെ പുള്ളി ഇങ്ങനെ സ്പെഷ്യൽ ചബ്ബീസ് മൂവി വന്നത്. സ്പെഷ്യൽ ചബ്ബീസ് അത് ശരിക്കും നടന്ന 1987 ഒരാൾ പേപ്പറിൽ പരസ്യം ഇട്ടു. അതായത് CBIയിലേക്ക് സ്പെഷ്യൽ ഇന്റലിജൻസ് ഓഫീസറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി താജിലൊരു മുറി എടുത്തിട്ട് അവിടെ പുള്ളി ഇന്റർവ്യൂ ചെയ്ത് 25 പേരെ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് പുള്ളി അടുത്ത ദിവസം ഏതോ ഒരു ജ്വല്ലറി പോയിട്ട് പറഞ്ഞ് CBIയുടെ റെയ്ഡാണ് എന്നൊക്കെ പറഞ്ഞ് ആ 25 പേരെ കൊണ്ട് പല ജ്വല്ലറിയൊക്കെ എടുത്ത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കാശൊക്കെ കൂടെ എടുത്ത് അവിടെ പോയപ്പോൾ കാശൊക്കെ കണ്ടുപിടിച്ച് ആ കാശൊക്കെ കൂടെ എടുത്ത് പുള്ളി ഒരു സൂട്ട് കേസിട്ട് എനിക്ക് അടുത്തൊരു റെയ്ഡിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ബസ് കയറിപ്പോയി. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജ്വല്ലറിക്കാർ പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോഴാണ് 25 പേര് പറഞ്ഞത്. അതായത് സ്പെഷ്യൽ ചബ്ബീസ് അക്ഷയ് കുമാറിന്റെ പടമായിരുന്നു. അതെനിക്ക് തമിഴിൽ വേറൊരു മോഡല് താനാ സേറിന്റെ കൂട്ടം സൂര്യൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. നിന്റെ ഞാൻ പറഞ്ഞപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ അടുത്തൊരു ലോക്കൽ ഒരു കളർ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ നാട്ടില് ഫേമസ് കള്ളന്മാരില്ല. നമ്മുടെ അടുത്തൊരാളുണ്ട്, പുള്ളിയുടെ ഡെസിഗ്നേഷൻ കള്ളൻ. അതെ. അപ്പൊ നമ്മളങ്ങനെ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ നേരിട്ടൊരു കള്ളൻ എന്നുള്ളൊരു ക്യാരക്ടർ നിന്ന്. അപ്പൊ നമ്മളിങ്ങനെ കൊച്ചിലോട്ട് നമ്മളിങ്ങനെ കുറെ അവിടുന്ന് ഇവിടുന്ന് ഓരോ അറിവുകളൊക്കെ ഇങ്ങനെ കേട്ട് ഓരോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന പ്രായമൊക്കെ ആയപ്പോൾ അതൊരു UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ സമയത്തൊക്കെ പുള്ളി ജയിലില്ല. അപ്പം ഞാൻ കഥകൾ കുറെ കേട്ടിട്ടുണ്ട് പുള്ളിയെ പറ്റിയുള്ള. അപ്പം എൻ്റെ ഏറ്റവും വലിയ ഭീകര ഒരു മെമ്മറി എന്ന് വെച്ചാൽ ഒരു ദിവസം ട്യൂഷൻ ക്ലാസ് നേരത്തെ വിട്ടു. കാരണം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ട്യൂഷൻ ക്ലാസ് നേരത്തെ വിടുക കാരണം എല്ലാവർക്കും പേടിയാ പുള്ളി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള സാധനം കൊണ്ട്. സംഭവം പേര് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ചുകൂടെ രസമുള്ള പേരൊക്കെ പക്ഷെ പറയണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് ആളവിടെ പൊതുങ്ങി. അപ്പം അതുകൊണ്ട് മോശമല്ലേ. അപ്പോൾ എന്തോ ചെയ്യുന്ന ഓട്ടോ ഇപ്പൊ ഒന്നും ചെയ്യണില്ല, വെറുതെ ജോൺ ജേക്കബ് പോലെ അല്ല പുള്ളി നമ്മളെയൊക്കെ പോലെ. ശരിയാ, ഞാൻ എന്തിനല്ലേ പാവം, ഒന്നുമില്ല മനുഷ്യര് കണ്ടു കാണാം. ഇങ്ങനെ നാട്ടിലിരുന്ന് കലിങ്കിന്ന് വർത്താനം പറയുന്നു നമ്മള് പോഡ്കാസ്റ്റ് മൈക്ക് വെച്ച് പറയുന്നത്. പുള്ളി കലിങ്കിന്ന് വർത്താനം യൂട്യൂബ് ചാനലില്ല അത്ര തന്നെ. അല്ല പുള്ളിക്ക് ചെറിയായിട്ടൊരു ചെറിയ ചാനലുണ്ടോ? അല്ല കുറച്ച് മെന്റൽ ഇഷ്യൂ കൂടെ ഉണ്ട്. അപ്പൊ അത് കാരണം അങ്ങനെ. പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന കാണാം, ഈ എന്തെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലും സഹായത്തിന് അങ്ങനെയൊക്കെ വരുന്ന കാണാം. ചിലപ്പോൾ പുള്ളി റോങ് ആവും, അതായത് പെട്ടെന്ന് ചില സമയത്ത് റോങ് ആയിട്ട് റോഡിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് അതുപോലെ റിവേഴ്സൊക്കെ കിടക്കും, അങ്ങനത്തെ പരിപാടി കാണിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പരിപാടി കാണിക്കും എന്തെങ്കിലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്യൂഷൻ ക്ലാസ് നേരത്തെ വിടുന്ന പരിപാടി കാരണം പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇന്നൊരാളെ കണ്ടിട്ട് പോലില്ല, പക്ഷേ പേടിയാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരാളെ ഒരു ഇടവഴി വെച്ച് കണ്ടാൽ വിചാരിക്കും ഇത് അയാളായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെറർ സാധനങ്ങൾ. പക്ഷെ ആള് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ നമ്മുടെ അവിടെ നിന്നൊന്നും മോഷ്ടിച്ചായിട്ട് അറിയത്തില്ല, പുള്ളി പണ്ടങ്ങാണ്ട് ഇങ്ങനെ ചെയ്ത് പേരായി പോയതാണ്. അപ്പം അവസാനം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പിന്നെ നമ്മൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നന്നായി ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനങ്ങൾ. അതായത് ആ നാട്ടിൽ മറ്റ് കുറേ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാതെ കിടന്ന സമയത്ത് ഈ പുള്ളിക്കാരെ കല്യാണം കഴിച്ചു, അതും ബാംഗ്ലൂരിൽ നിന്ന്. പെണ്ണ് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ഭയങ്കര പരിപാടി. പിന്നെ പുള്ളിക്കാരനൊരു കൈനറ്റിക് കൊണ്ട് വരുന്നു. പിന്നെ ഇവർ കൈനറ്റിക് കൊണ്ടേൽ പോകണത് നമുക്ക് കാണാം. പിന്നെ അവർക്ക് കുട്ടിയായി. അങ്ങനെ ഭയങ്കര വൻ പരിപാടികളായിട്ട് നല്ല രീതിയിൽ പോകണം. അപ്പം ഞാൻ ഓർത്ത് ഒരാൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കൊച്ചിലോട്ട് കണ്ടുവന്ന ഒരാൾ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ പരിപാടിയൊക്കെ അങ്ങേരിക്കണ. പെട്ടെന്നൊരു ദിവസം കർണാടകയിൽ നിന്ന് പോലീസ് വന്നിട്ട് ഭാര്യ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പുള്ളിക്കാരി അവിടെ എന്തോ ഒരു മോഷണം ചെയ്തിട്ട് ഇങ്ങോട്ട് കിടന്നതായിരുന്നു. ഈ കൈനറ്റിക് കൊണ്ട് അവിടുന്ന് പൊക്കിയത്, അത് വേറെ കേസ്. കൈനറ്റിക് കൊണ്ടുപോയി അവസാനം അങ്ങനെ കർണാടക രജിസ്ട്രേഷൻ എല്ലാം പോയി. അവസാനം പുള്ളി പിന്നെ ഇവിടെ തന്നെ പുള്ളി പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഈ മെൻ്റൽ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആൾക്കാരൊക്കെ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പോലീസ് വന്ന് കൊണ്ടുപോകും, പിന്നെ തിരിച്ചടക്കി വരും, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്റെ അമ്മ ഇപ്പൊ ഇതുപോലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ കഥ കഴിഞ്ഞാ നിന്റെ? അല്ല ഇത് ഇതുപോലൊരു കുറച്ച് നാള് മുമ്പ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ജോൺ ചേട്ടന്റെ കഥ ഇഷ്ടം. ഇല്ല, ഇതുപോലെ ഒരാള് തീരല്ലേ എന്നൊക്കെ ഒരാളെ നമ്മൾ ഉണ്ടാക്കൂല്ലോ. ഗ്ലിഗേഷൻ ജനറേഷൻ ഒക്കെ കിടക്കല്ലേ. അല്ല ഈ പറഞ്ഞ പോലെ തൊടുപുഴ കണ്ടൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു. ആൾക്ക് കൈതച്ചക്കയുടെ ബിസിനസ്സാണ്. പുറത്ത് നോക്കുമ്പോൾ ആളുടെ മെയിൻ പരിപാടി ഇതാണ്. ആൾക്ക് കുറേ ലോറികളുണ്ട്, കൈതച്ചക്കയുടെ ബിസിനസ് നടക്കുന്നു, ആൾ നല്ല ഇതിൽ ജീവിക്കുന്നു, പിള്ളേരൊക്കെ നല്ല സ്ഥലത്ത് പഠിക്കുന്നു. ഇത് കുറേ കാലം മുമ്പുണ്ടായിട്ടുള്ള സംഭവമാണ്. പക്ഷേ അപ്പോൾ ആളുടെ പരിപാടി ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ മോഷണമാണ്. ആൾ നല്ല സ്ഥലങ്ങൾ നോക്കി, പക്ഷെ ആളെ സംശയിക്കില്ല ആ സാഹചര്യത്തിൽ കണ്ടാലും പോലും. അപ്പോൾ ആളെ പിടിച്ചപ്പോൾ ആൾ പറയുന്നത് ആളെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു സ്ഥലത്ത് കയറിയതാണ്. ഞാൻ ഈയിടെ പത്രത്തിൽ വായിച്ചൊരു ഭയങ്കര കിടിലൻ കഥയുണ്ട്. അതായത് ഒരാൾ കുറേ കാലമായിട്ട് പിടികിട്ടാ പുള്ളി പക്കി സുബൈർ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു 3-ാമത്തെ പേജ് ഭയങ്കര വലിയ വാർത്ത, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എഴുതിയേക്കണം. അപ്പോൾ ഞാനത് ഫുള്ളിരുന്ന് വായിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ തിരുവല്ലയാണ് ബേസ്ഡാണ് പുള്ളിയുടെ മോഷണമൊക്കെ. കുറേ തവണ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നു, 2-3 മാസം മുന്നേ വായിച്ചാൽ. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ പിന്നെ കിട്ടാനേ ഇല്ലായിരുന്നു, ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈയിടെ ഭയങ്കര പുള്ളിയെ കൊണ്ട് ഭയങ്കര ശല്യം. അതായത് പുള്ളി നമ്മളെ പോലെയല്ല, കട്ടയ്ക്ക് പണിയെടുക്കും. പുള്ളി ഒരു മാസം 100 വീട്ടിലേക്കാണ് കയറണത്. ഒരു മാസം ഒരു ദിവസം 3 വീട്ടിലേക്ക്, ഒരു ദിവസം 4 വീട് കയറേണ്ടി വരും. 25 ദിവസം വർക്കിംഗ്. എന്നാൽ ഭയങ്കരമായിട്ട്. അപ്പോൾ സാധാരണ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനൊരു പരിധിക്കൊക്കെ ആണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിനാണല്ലോ ചെയ്യുന്നത്. അതെ പുള്ളിക്ക് നമ്മുടെ കൂട്ടത്തിൽ ദീപക് ജി ആണിത് അല്ലേ, ഭയങ്കര കാര്യമില്ല. അപ്പം പുള്ളിന്ന് വെച്ചാൽ സംഭവം ആള് സാധാരണക്കാരന്. പുള്ളിയുടെ പേര് സുബൈർ എന്ന്, പക്ഷെ പക്കി സുബൈർ എന്നുള്ളതാണ് പുള്ളിയുടെ മറ്റേ ഇരട്ടപ്പേരുണ്ട്. അതെനിക്കും അറിയത്തില്ല കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര വലിയ കള്ളനാണ് പുള്ളി അത്യാവശ്യം. കാരണം ഈ പറഞ്ഞ ഇത്രയും ടാർഗറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഒരു 3 വർഷം പൊക്കിലേ കേരളം തീരുമല്ലോ. അപ്പോൾ പുള്ളിക്ക് കുറെ പുള്ളിയുടെ എന്താ പറയണ്ടേ, പുള്ളിയുടെ
ഓപ്പറേഷൻ്റെ രീതി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് മൊബൈൽ ഉപയോഗിക്കില്ല, കാരണം പോലീസ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. പിന്നെ പുള്ളി റോഡ് മാർഗം കക്കാൻ പോവില്ല, പുള്ളി റെയിൽവേ ട്രാക്ക് വഴി നടക്കും. അതാണ് പുള്ളിയുടെ രീതി. റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നിട്ട് ഇതിലൊരു കീ പോയിന്റാ, ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോ ഒറ്റയ്ക്ക് ഇറങ്ങിയത് കുറെ നാൾ പോകും. അതെ, പുള്ളി ഒറ്റയ്ക്കാ. ഇതിന് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൊരു കഥയുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഥയുണ്ട്. ഇത് തീരും എന്നിട്ട് പറഞ്ഞു. അപ്പോൾ അല്ല, പുള്ളിയുടെ മെയിൻ പരിപാടി ആരുമായിട്ടും വേറെ സമ്പർക്കമൊന്നുമില്ല. ഈ പറഞ്ഞ മൊബൈൽ ഉപയോഗിക്കില്ല, റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നാണ് പോണേ. പിന്നെ പുള്ളിയുടെ എനിക്ക് അതിനകത്ത് ഇതായിട്ട് തോന്നിയൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ വേറെ തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി പുള്ളി ഡ്രസ്സ് ഇടാതാണ് മോഷ്ടിക്കണത്. ജെട്ടി മാത്രമേ ഇടൂ, ജെട്ടി മാത്രം ഇട്ടുകൊണ്ടാണ് മോഷ്ടിക്കണേ. എന്നിട്ട് പുള്ളി പോകാനും നേരം റോഡിൽ കൂടെ പോയി ആരും ശ്രദ്ധിക്കില്ലേ. റെയിൽവേ ട്രാക്കിൽ പോയി ശ്രദ്ധിക്കുമല്ലോ, റെയിൽവേ ട്രാക്കിൽ കൂടെ അല്ലേ. റെയിൽവേ ട്രാക്ക് പകുതി വിജനമായ സ്ഥലമാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്യണമെന്ന് വെച്ചാൽ, എന്നിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി മോശം കഴിയുമ്പോൾ ഈ ചട്ടി അവിടെ ഇട്ടിട്ട് അവിടെ തെരഞ്ഞെടുത്തിട്ട് പോകും. അതാണ് പുള്ളിയുടെ രീതി. ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞ് ഇനി മറ്റേ അങ്ങനെ പുള്ളിയുടെ ചെട്ടിയല്ലല്ലോ എവിടുന്നും പിടിക്കുന്നത്. ഇതിപ്പോ രാഘവന്റെ വീട്ടിൽ അപ്പുറത്ത് മുഹമ്മദിന്റെ വീട്ടിലല്ലേ. ഞാൻ ശരിക്കും അത് വായിച്ചിരുന്ന് ചിന്തിച്ചപ്പം പിറ്റേ ദിവസം രാവിലെ ഒരു ഭാര്യ ഭർത്താവ് എഴുന്നേക്കുമ്പോൾ വേറൊരാളുടെ ചെട്ടി അവിടെ കിടക്കണം. ഇവരുടെ കുടുംബം അലമ്പാവും. ഇതിനിടെ അതല്ല എടാ, അതല്ല ഇയാള് 3 വീട്ടിൽ കയറുന്നില്ല അടുത്തടുത്ത്. അപ്പൊ ഇയാൾ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അലക്കിയിട്ട് ചെട്ടിയാണല്ലോ, ഇതെന്ന് ഇവിടെ വന്ന പ്രശ്നമാകത്തില്ലേ? അനുഭവമാണത്, ചെട്ടിയല്ല ആ കുടുംബത്തിലിടുന്ന. അപ്പൊ ചിലപ്പോ അവിടെ വേറെ പ്രശ്നങ്ങൾ നടക്കാലോ. അത് നമ്മൾ ചുമ്മാ ഞാൻ ആലോചിച്ചെടുത്ത പുള്ളിയപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളിയെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ പുള്ളിയെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ലെവൽ ക്രോസിൽ നിൽക്കണ ഒരു മറ്റേ ഗേറ്റ് കീപ്പർ ഒരു പുള്ളിക്കാരനാണ് ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോകണുണ്ട്. ഇപ്പോൾ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിൽ കൂടെ പെട്രോളിങ്ങിനിടെ രാത്രി കണ്ട് ഓടിച്ചു. പക്ഷെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ പുള്ളിയെ ഇവർ പിടിക്കണം എന്നുള്ള ഭയങ്കര വാശിയായപ്പോൾ പുള്ളിക്കാരനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കരമായിട്ട് ലോട്ടറി എടുക്കും. അപ്പം ഞാനത് എന്തൊരു നല്ല പൈസ പുള്ളി ഇത്രയും ഓവറായിട്ട് മോഷ്ടിക്കണത് അത്രയും പൈസക്ക് ലോട്ടറി എടുക്കാനാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് കിട്ടിയാൽ നിർത്തുമായിരിക്കും. അപ്പോൾ പുള്ളി എന്നിട്ട് ഈ ഫുൾ കാശിന് ലോട്ടറി എടുക്കും. ഭയങ്കരമായിട്ട് ലോട്ടറി എടുക്കും. അപ്പോൾ പുള്ളി പല ഏജൻസിയിൽ പോയി ഒരുപാട് ലോട്ടറി എടുക്കും. അപ്പോൾ എന്നിട്ട് പുള്ളി ഇതിൻ്റെ റിസൾട്ട് നോക്കാൻ വരികയും ചെയ്യും കൃത്യം. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഏജൻസി വഴി അറിഞ്ഞിട്ട് പുള്ളി റിസൾട്ട് നോക്കാൻ വന്നപ്പോഴാണ് പൊക്കിയത്. ലോട്ടറി റിസൾട്ട് നോക്കാൻ വന്നപ്പോൾ മസ്തി വന്ന പോലീസ് അങ്ങനെ പിടിച്ച് പിടിച്ച്. പക്ഷെ ഒറ്റയ്ക്ക് നിരച്ചുകൊണ്ട് കഥ എന്താ, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോ ഒരു ഫ്രണ്ട് ഉണ്ട് അടുത്ത്. ഇവൻ ഈ പറഞ്ഞ പോലെ അവനെ കണ്ടു കഴിഞ്ഞാൽ അവന് സപ്ലി ഉണ്ട് ഒന്നും തോന്നുന്നില്ല. അവനെ കണ്ട ഇൻഫോസിസിലാണോ TCSലാണോ പ്ലേസ്ഡ് ആയെന്ന് ചോദിക്കുള്ളൂ. എത്ര പേപ്പർ ഇട്ടാണ്ടെന്ന്. ഭയങ്കര പങ്ക്ച്വലാണ് ആള് കൃത്യം. ആൾക്ക് കുളിക്കാനൊരു സമയമുണ്ട്, ഇതിനൊരു സമയം, എല്ലാത്തിനും ആള് ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മളൊക്കെ ഇങ്ങനെ കോട്ടുമായിട്ട് ചെയ്യുമ്പോൾ ഇൻസൈഡ് ചെയ്ത് കുറിതിങ്ങനെ തൊടും, കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ തൊട്ടിട്ട് ആളിങ്ങനെ പോകും. ഇങ്ങനെ പോകണം നമുക്ക് കാണാം. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ കമ്പനി ആകുമ്പോഴാണ് ഇവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഇതുകളുണ്ട്. ഇവ ഇത്ര മണി കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് 2 ചേച്ചിമാർ എന്നും പോകണമെന്നുണ്ട്. ആ ചേച്ചിമാർ ഇവൻ്റെ ലിസ്റ്റിലുള്ളതാണ്. അതിനെ നോക്കി വെച്ച് ഇങ്ങനെ പരിപാടികളും വായനോട്ടം ആ രീതി അതിനൊരു സമയമുണ്ട്. പിന്നെ ഈ കാലത്ത് പോണ സമയം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്കുള്ള സമയമല്ല. ഇന്റേണൽ എക്സാമിന് പരീക്ഷയ്ക്ക് പേപ്പറുകൾ കളറാണ്. ഓരോ പരീക്ഷയ്ക്കും മഞ്ഞ, പച്ച, നീല കളറുകളാണ്. അപ്പോൾ അവൻ ഈ പേപ്പർ എപ്പോഴും ഒരു 4 അഡീഷണൽ അവൻ വലിക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവിടെ വന്നിരുന്നിട്ടാണ് ഇവൻ പരീക്ഷ എഴുതാം. അത് കഴിഞ്ഞിട്ട് മാത്സ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ അടിച്ചു പറഞ്ഞ ചേച്ചിമാരാണ് തുറക്കുക. ഇവൻ്റെ പേപ്പർ പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇവൻ അടിയിൽ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി വെക്കാൻ. അപ്പോൾ നമുക്ക് ആർക്കും അറിയില്ല ഇവന് മാർക്കും. ഇപ്പം മാത്സൊക്കെ സിമ്പിളായിട്ട് ജയിക്കും. പിന്നെ അവൻ നല്ല മിടുക്കുക. അവൻ്റെ അടുത്ത് സ്പോർട്സൊക്കെ എന്ത് ചോദിച്ചാലും ആള് ചിലപ്പോൾ ഗോൾഫ് കാണും, ടെന്നീസ് കാണും, ഒക്കെ കാണും. എല്ലാത്തിനും പറ്റും. ജനറൽ നോളജും സംഭവമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ മാത്സ് ഞാനിങ്ങനെ ചെയ്യാറ്. അവൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരാളെ കൂടെ കൂട്ടരുത്. ഒറ്റയ്ക്ക് പോയാൽ ഒരുപാട് ദൂരം പറ്റും. പക്ഷെ കൂടെ കൂട്ടണം എന്നുള്ളത് എൻ്റെ അനിയൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ പൊളിച്ചതോടുകൂടി അതായാലും കണ്ടാൽ തീരും അവൻ്റെ പരിപാടിയൊക്കെ. ചെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അനിയൻ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഈ കുറവ് കാണുമല്ലോ. ഇപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ തടഞ്ഞു പിടിക്കുമ്പോഴത്തേക്ക് അബുവിനെ വിളിച്ച് ഞാൻ വണ്ടി കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തിയിട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അബു ഡ്രൈവർ അല്ലാതായിട്ട് മാറും. അബു ആരുടെയെങ്കിലും കോ ഡ്രൈവറായിട്ട് മാറും. തൊട്ട് പുറകെ പിടിച്ച വണ്ടിക്കാരൻ്റെ കൂടെ പോയി അബു നിൽക്കും. എന്നിട്ട് അവൻ്റെ കൂടെ പോയി ഇന്ന് കഥ മൊത്തം കേൾക്കും. അപ്പം വിളിച്ചത് പോലീസുകാരൻ നമ്മളെ സൈഡ് എടുത്തിട്ട് ഓക്കെ. അപ്പോൾ അവൻ കേട്ട് ശരി ഇങ്ങനെ സംസാരിച്ചു അവൻ്റെ കൂടെ തിരിച്ച് അവനെ പെറ്റി അടിച്ച് വിടും. അപ്പോൾ അവൻ്റെ കൂടെ തിരിച്ചു പോയിട്ട് അബുവിൻ്റെ വണ്ടി എടുത്തോണ്ട് പോകും.
ഞാനിവിടെ കോട്ടയത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നെയും കൂട്ടുകാരോടെ കൈ കാണിച്ചിട്ട് നമ്മളിതുപോലെ പിടിച്ചിട്ട് മറ്റേ CPO പിടിച്ചിട്ട് നമ്മളോട് പറയല്ലേ SI സാറിൻ്റെ അടുക്ക ചെല്ലാൻ വേണ്ടി. അപ്പം നമ്മൾ അവിടെ ചെന്ന് നിന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അവിടെ ഭയങ്കര തിരക്ക്, ചന്നം പിന്നെ ആൾക്കാരെ പിടിച്ചോണ്ടിരിക്കുക. അവൻ നോക്കുമ്പോൾ കുറച്ച് പേര് ഇച്ചിരി നേരം കഴിയുമ്പോൾ പോകണുണ്ട്. അവൻ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് നൈസായിട്ട് തിരിച്ച് നടന്നാൽ പോരെ, അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കോൺഫിഡൻ്റ് ആയിട്ട് നടന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി നേരം നമ്മളവിടെ കറങ്ങി നിന്നിട്ട് ഫ്രണ്ടിൽ ചേട്ടൻ കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി നേരം ക്യൂവിൽ സമയം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ച് നടന്നു മറ്റേ പോയി നൈസായിട്ട്. അപ്പോൾ ഇവൻ കൈ നിന്നിട്ട് മറ്റേ സാറ് പോയിട്ട് കിട്ടെ പിടിച്ച ആളോട് ഓവർ ഇനി വിട്ട് വണ്ടി എടുത്തോട്ട് പോയി. ഒരു സീനും ഇല്ല. എനിക്ക് മോശം നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് ചെയ്യാനുള്ളതുണ്ടോ? ഇത് ഭയങ്കര പ്രശ്നം. ഇത് കുറെ കഥകൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥകളാണ്. പല വ്യക്തികളെയും കേരളത്തിലെ ഏറ്റവും ഫേമസ് മോഷണം എന്ന് പറഞ്ഞ ചേലമ്പ്ര ബാങ്ക് ഹൈസ്റ്റ് ആണ്. ധൂം അനുകരിച്ച് അവരെന്തെന്ന് വെച്ചാൽ ബേസിക്കലി ഫസ്റ്റ് ഫ്ലോറിലാണ് ബാങ്ക്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചേലമ്പര ബാങ്ക് ഉണ്ടായിരുന്നു. ഇത് ഏത് വർഷം നടന്ന? ഇത് 2007-8. അപ്പം 4 പേര് 4-അംഗ സംഘം അവിടെ താഴെ പോയിട്ട് ഒരു കളക്റ്റീവ് താഴെ പോയിട്ട് 50,000 രൂപ കൊടുത്ത് കട്ട്, അത് നമ്മുടെ മാനേജർ കട്ടെടുക്കുന്നത്. അവരവിടെ പോയിട്ട് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രൗണ്ട് ഫ്ലോർ റെൻറ്റിനെടുത്ത്. എന്നിട്ട് ഇവരൊരു 3 ഡേ വീക്കെൻഡിന് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഹോട്ടൽ റെനോവേഷൻ ആണെന്ന് പറഞ്ഞ് അടച്ചിട്ട് ഇവരാണെങ്കിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ബാങ്കിൻ്റെ സേഫ് റൂമിൻ്റെ അകത്ത് കയറി ഇവരെന്നിട്ട് ഇത് പൊക്കി. ഇവർ പൊക്കി എന്നിട്ട് ഇവർ പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എന്തോ ബാങ്ക് തുറന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇവരാണെങ്കിൽ അവിടെ മാവോ എന്നൊക്കെ എഴുതി വെച്ച് മാവോയിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വരിതെറ്റിക്കുക. പിന്നെ ഇവരിങ്ങനെ പോലീസിനെ കുറേ വരിതെറ്റിപ്പിച്ച് ഇവർ ഹൈദരാബാദ് കൊണ്ട് കുറച്ച് തൊണ്ടിയിട്ട് അപ്പോൾ പോലീസ് അങ്ങോട്ട് പോയി. അവസാനം ഇവരെ കൊച്ചിയിൽ നിന്ന് പൊക്കി. എന്തോ ഭയങ്കര അതായത് എത്രയോ ലക്ഷം ഫോൺ കോളുകളിന് അവരിങ്ങനെ ട്രാക്ക് ചെയ്ത് അവസാനം എത്ര 55 കോളായി. അതിൽ മേജറായിട്ടുള്ളൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്തിട്ട് ഒരാളെ പൊക്കി. അങ്ങനെ പോലീസ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് സോൾവ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഈ സ്റ്റോളൻ ഗുഡ്സ് റിക്കവർ ചെയ്തിട്ടുള്ള ഹൈസ്റ്റ് ഇതാണ്. അതായത് 80%, 85% കട്ടുപോയ സാധനം. സാധാരണ മോഷണ കേസിലൊക്കെ പിടിക്കുന്നവരുടെ പൈസ കിട്ടാറില്ല. ഇല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന മോഷണ കേസിൽ പകുതിയും സാധനം പോയിട്ട് ആളിനെ പോലും കിട്ടാറില്ല. ഇപ്പൊ വിജയ് മല്യൊക്കെ എന്ന് വെച്ചാൽ എത്ര ലക്ഷം രൂപ പൊട്ടിച്ചിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പം മോഷണമല്ല, അത് ലോൺ എടുത്തിട്ട് ബിസിനസ്. അതായത് ചെറിയ മോഷണം വലിയ മോഷണമൊക്കെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് ലോൺ എടുക്കണ മോഷണമാണ്. ഇപ്പൊ കുറെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തേങ്ങ മോഷ്ടിക്കുന്നതിന് ആൾക്കാർ കറപ്ഷനിൽ കാശെടുക്കണേം കാട്ടി കൂടുതൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ലോൺ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക. അതും ഇവന്മാരെല്ലാം കള്ളന്മാർ. ചെറിയ കള്ളന്മാരെ മാത്രമേ ഇവിടെ പിടിക്കുന്നുള്ളൂ, വലിയ കള്ളന്മാരെല്ലാം പുറത്താണ്. അതുകൊണ്ട് തന്നെ മോഷണം ഞാൻ ചെയ്തത് ഞാൻ തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. കമന്റ് ബോക്സിൽ വന്നിട്ട് അയ്യോ അനീസ് ചെയ്ത് മോശമായി പറയുന്നത് വളരെ മോശമാണ്, ഞാൻ സമ്മതിക്കില്ല. ക്രിമിനൽ. ഇതിലും വലിയ കള്ളന്മാർ പുറത്തുള്ള ലോകത്തിൽ, കള്ളന്മാർ നമ്മളെ ഭരിക്കുന്ന ലോകത്തിൽ കള്ളത്തരത്തിന് നമുക്ക് ഒരു അളവുകോല് നിർണ്ണയിക്കണം. അങ്ങനെ എന്റെ 5 രൂപ ഞാനൊരു തരത്തിലും ഈ പറഞ്ഞ മോഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്റെ 5 രൂപ മോഷണത്തെ 0.0001% എന്നെ കുറ്റവിമുക്തനാക്കണം കോടതി. നിങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. എനിക്ക് സെക്കൻഡ് എപ്പിസോഡിന്റെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇത് ദൃശ്യമാണ്. അഭിപ്രായങ്ങൾ എടുത്തിട്ട് ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം എടുത്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ സമയത്തിന് നമ്മൾ മോഷ്ടിച്ചതാണോ അതോ? അതാണ് എന്തായാലും നമ്മള് സമയത്തെ മോഷ്ടിക്കുകയാണ് ആൾക്കാർ. ഓക്കെ, അപ്പോൾ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് അവരുടെ മോഷൻ എക്സ്പീരിയൻസസ് ഇങ്ങനത്തെ കഥകളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ പറയട്ടെ. ആൻഡ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ടോ ഇല്ല? നമ്മൾ കൂടുന്നില്ല. അപ്പം വ്യൂസ് കൂടുന്നുണ്ട്. അപ്പോൾ സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക, ഞങ്ങൾ അടിച്ചു പൊട്ടിക്കാതിരിക്കുക. ഇതൊരു 15 കൊല്ലം മുമ്പ് എല്ലാ യൂട്യൂബേഴ്സും നിർത്തിയതാ. പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ ഈ സാധനം പറയുന്നില്ല, നമ്മുടെ മാനേജറിന് ഭയങ്കര വിഷമം. നമ്മൾ എല്ലാ എപ്പിസോഡും കഴിഞ്ഞ ദിവസം വിചാരിച്ചു വ്യൂസ് കയറുന്നുണ്ട്. നമ്മളിപ്പോ 7.9 ഒക്കെ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ എല്ലാ വീഡിയോയുടെ മറ്റേ പുകവലിയുടെ പോലെ സാധനമുണ്ട്. അല്ല, സബ്സ്ക്രൈബ് ഒക്കെ ഇപ്പോഴും എല്ലാവരും കാർത്തിക് സൂര്യയുടെ വീഡിയോയിലൊക്കെ എഴുതി കാണിക്കാറുണ്ട്. സബ്സ്ക്രൈബ് എഴുതി കാണിക്കും. നമ്മൾ ഉദ്ദേശിച്ച വ്യൂസ് കൂടുന്നുണ്ട്, ആൾക്കാർ നോക്കാം. അടുത്ത എപ്പിസോഡ്സ് ഉണ്ട്, അതോ ഒരു എപ്പിസോഡിന് മാത്രം സംഭവിച്ചു? സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന നമ്മുടെ 400-500 ആൾക്കാർ ഓവർലാപ്പ് അടിക്കും മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ സ്പോട്ടിഫൈ ഇത് കേൾക്കണവര് പോർച്ചുഗലിൽ നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ട്. സ്പോട്ടിഫൈയിൽ ഇത് കേൾക്കണവർ നമ്മൾ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അവർക്ക് വലിയ താങ്ക് യു. അല്ലേ, നന്ദി, നമസ്കാരം. അടുത്ത നമസ്കാരം. താങ്ക് യു. ബൈ. ബൈ.